السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمني علما أفقه به أوامرك ونواهيك، وارزقني فهما أعلم به كيف أناجيك يا أرحم الراحمين. اللهم ارزقني فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين. اللهم أكرمني بنور الفهم وأخرجني من ظلمات الوهم، وافتح لي أبواب رحمتك وانشر علي حكمتك بأنواع رحمتك يا أرحم الراحمين. അധിക മനോഹരനൂറുള്ള അഹ്മദ് നബിയിൽ സല്ലല്ലാഹ്, അഗതിദയാലു ഹബീബുല്ലാഹ്, ആമന്നാ ബിറസൂലില്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ്, ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബദറിലുമേറിയവൻ നൂറ്, ബർതകം നബികൾ സീറ്, ബറക നിറഞ്ഞ ഷഫീഓര്, ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. നൂർ മുഹമ്മദ് സല്ലല്ലാഹ്, ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തജുൽ അത്ഖിയാ നബിയാം, തൗറാത്തും പുകഴ്ന്ന നബിയാം, തങ്കമലൈ ത്യജിച്ചേ നബിയാം, ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ്, ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രൗഢഗംഭീരമായ സദസ്സ് എല്ലാ അർത്ഥത്തിലും ഖബൂലുള്ള സദസ്സായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുടെ മദദും മഹാന്മാരുടെ നോട്ടവും ഇത്തരം സദസ്സ് വഴി, സംഗമം വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. മല പോലെയുള്ള ധാരാളം പണ്ഡിതരും നിഷ്കളങ്കരായ ഒരുപാട് മുതഅല്ലിമീങ്ങളും ദീനിന്റെ ഖാദിമീങ്ങളായ ഒരുപാട് സുഹൃത്തുക്കളും മേളിച്ച മനോഹരമായ മജ്ലിസാണിത്. പറയുന്നത് ആത്മാർത്ഥമായി പറയാനും കേൾക്കുന്നത് നിഷ്കളങ്കമായി കേൾക്കാനും തീരുമാനമെടുക്കുന്നത് നിഷ്കപടമായി തീരുമാനമെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ശവ്വാൽ മാസം ധാരാളം മഹാന്മാരുടെ അനുസ്മരണം കൊണ്ട് ഉർസ് മുബാറക് കൊണ്ട് നിർഭരമായി
മനോഹരമായ മാസമാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, ഖുർആൻ വ്യാഖ്യാതാക്കളായ അൽ ഇമാം തബരി റളിയല്ലാഹു അൻഹു, അൽ ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു, അൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഹദീസ് പണ്ഡിതരായ അൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, സൂഫി വര്യന്മാരായ ഔലിയ പ്രതിഭകളായ അൽ ഇമാം ഷാദിലി റളിയല്ലാഹു അൻഹു, സിഎം വലിയുല്ലാഹിൽ മദവൂരി റളിയല്ലാഹു അൻഹു, വൈജ്ഞാനിക ജ്യോതിർഗോളങ്ങളായ ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ്, ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ്, എല്ലാ മഹാന്മാരുടെയും പൊരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആ മഹാന്മാർക്കിടയിൽ സവിശേഷമായി അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുകയാണ് ഇവിടെ. 10 പോയിന്റുകളിലൂടെയാണ് ഞാൻ എന്റെ സംസാരത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് വാക്കുകൾക്ക് വിരാമമിടും. ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ ജനനം, രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ കുടുംബം, മൂന്നാമത്തേത് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാർ, നാലാമത്തേത് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ, അഞ്ചാമത്തേത് അദ്ദേഹത്തിന്റെ പ്രബോധന മേഖലകൾ, ആറാമത്തേത് മാനവ മൈത്രിയും മനുഷ്യ മൈത്രിയും, ഏഴാമത്തേത് അദ്ദേഹത്തിന്റെ മരണം, എട്ടാമത്തേത് സമൂഹം അദ്ദേഹത്തെ സ്വാധീനിച്ചതും ഹഠാത് ആകർഷിച്ചതും, ഒൻപതാമത്തേത് ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട, അടർത്തിയെടുക്കേണ്ട ഏതാനും ചില മെസ്സേജുകൾ, പത്താമത്തേത് അതുപോലെ ജീവിക്കാൻ പരിശുദ്ധമായ ഖുർആൻ മുന്നോട്ടേക്ക് വെച്ച ചില ആദർശങ്ങളും ജീവിത പദ്ധതികളും. ഈ 10 പോയിന്റുകളിലൂടെ സംസാരം കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒന്നാമത്തേത് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജനനമാണ്. 1144 ലക്ഷദ്വീപിലെ കവരത്തിയിലാണ് മഹാനുഭാവൻ ജനിച്ചു വീഴുന്നത്. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ കുടുംബം. സാലിഹീങ്ങളായ മാതാപിതാക്കളുടെ മടിത്തട്ടിൽ വളർന്നു പന്തലിച്ച മഹിതമായ ജീവിതത്തിന്റെ ഉടമയാണ് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളിലെ 30ാമത്തെ പേരക്കുട്ടിയാണ് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. നോക്കൂ, എത്ര മനോഹരമാണ് ആ പിതാക്കന്മാരുടെ പരമ്പര. ഹുസൈനി പരമ്പരയാണ് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റേത്. ഈ സദസ്സിന്റെ ബറക്കത്തിന് വേണ്ടി ആ പരമ്പരയൊന്ന് കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, മൂസൽ കാലിം റളിയല്ലാഹു അൻഹു, അലിയുർ റിളാ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ജവാദ് റളിയല്ലാഹു അൻഹു, അലിയുസ് ഹാദി റളിയല്ലാഹു അൻഹു, ജഅഫറുൽ അസ്ഗർ റളിയല്ലാഹു അൻഹു, ജഅഫറുൽ അഷ്കർ റളിയല്ലാഹു അൻഹു, അലിയുൽ അഷ്കർ റളിയല്ലാഹു അൻഹു, അസ്സയ്യിദ് മഹ്മൂദ് റളിയല്ലാഹു അൻഹു, അസ്സയ്യിദ് അഹ്മദ് റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു, മഹ്മൂദ് റളിയല്ലാഹു അൻഹു, അസ്സയ്യിദ് അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, യൂനുസ് റളിയല്ലാഹു അൻഹു, മഹ്മൂദ് റളിയല്ലാഹു അൻഹു, അസ്സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹു, ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു, മഹ്മൂദ് റളിയല്ലാഹു അൻഹു, അസ്സയ്യിദ് ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ജലാലുദ്ദീൻ വളപട്ടണം റളിയല്ലാഹു അൻഹു, ഇസ്മാഈൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബാ ഫഖ്റുദ്ദീൻ റളിയല്ലാഹു അൻഹു, അഹ്മദ് അഥവാ മുഹമ്മദ് അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അവരുടെ പ്രിയ മകനാണ് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി.
കണ്ണൂര് സിറ്റിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനുഭാവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരമ്പരയിലെ ഓരോ കണ്ണികളുടെയും പൊരുത്തം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പവിത്രമായ കുടുംബത്തിൽ ജനിച്ചു വളർന്നു വൈജ്ഞാനികമായ വലിയ പ്രസരണം നടത്തിയ മഹാനുഭാവൻ. മൂന്നാമത്തെ പോയിന്റ്, അദ്ദേഹമാക്കിയ ഗുരുനാഥന്മാരാണ്. അദ്ദേഹത്തിന്റെ പ്രഥമ ഗുരുനാഥൻ പിതാവ് അസ്സയ്യിദ് മുഹമ്മദ് അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവാണ്. അതുപോലെ അസ്സയ്യിദ് ഉമർ ഐദറൂസി റളിയല്ലാഹു അൻഹു, അതുപോലെ അസ്സയ്യിദ് ഖാസിം വലിയുല്ലാഹിൽ കവരത്തി റളിയല്ലാഹു അൻഹു. നാലാമത്തേത് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ, മനോഹരമായ ശിഷ്യഗണങ്ങളുള്ള മഹാനുഭാവൻ. ആ ശിഷ്യഗണം നോക്കൂ നിങ്ങൾ. ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ആ ശിഷ്യ പരമ്പരയിലുണ്ട്. അതുപോലെ മൈസൂർ സുൽത്താൻ ഹൈദർ അലി ആ ഒരു ശിഷ്യ പരമ്പരയിലുണ്ട്. അതുപോലെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഉമർ ഖാഹിരി റളിയല്ലാഹു അൻഹു, അല്ലഫൽ അലിഫ് എന്ന മനോഹരമായ പ്രവാചക കവിതയുടെ കർത്താവ് അസ്സയ്യിദ് ഉമർ ഖാഹിരി റളിയല്ലാഹു അൻഹു മനോഹരമായ ശിഷ്യഗണങ്ങളുടെ ഗുരുനാഥനും കൂടിയാണ് അസ്സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തേത് അദ്ദേഹത്തിന്റെ പ്രബോധന മേഖലകളാണ്. പള്ളി നിർമ്മിച്ചും പ്രഭാഷണങ്ങൾ നിർവഹിച്ചും വൈജ്ഞാനികമായ പ്രസരണങ്ങളിലൂടെ ഓടി നടന്നും ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യവും ചമൽക്കാരവും വളരെ നന്നായി കൈകാര്യം ചെയ്തു. അദ്ദേഹം എവിടെയെല്ലാം സേവനം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം മനോഹരമായ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ശ്രീലങ്കയിലും അതുപോലെ ലക്ഷദ്വീപുകളിലുമെല്ലാം ആ വൈജ്ഞാനിക പ്രസരണത്തിന്റെ സൗന്ദര്യം, ആ വൈജ്ഞാനിക സൗരഭ്യത്തിന്റെ മധുരം ജനങ്ങൾക്ക് ആവോളം അനുഭവിക്കാനും ആവോളം പകർന്നെടുക്കാനുമുള്ള അവസരമുണ്ടായി. അല്ലാഹുവേ, ആ അറിവിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ആറാമത്തേത് മാനവ മൈത്രിയുടെയും മനുഷ്യ മൈത്രിയുടെയും മതമൈത്രിയുടെയും ഒരുപാട് മകുടോദാഹരണങ്ങളും ആ മഹിതമായ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ചും ടിപ്പു സുൽത്താന്റെയും നായർ പടയുടെയും ഇടയിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാവുന്ന തരത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നയതന്ത്രപരമായി ഇടപെടുകയും അത് വളരെ നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്തയാളാണ് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അതുപോലെ ഷൻജു എന്നു പേരുള്ള ഒരു ജൂത നേതാവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. പള്ളി പുനരുദ്ധാരണത്തിന് വേണ്ടി ആ ജൂത നേതാവ് മരം കൊടുത്ത അനുഭവങ്ങളും ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. അല്ലാഹുവേ, സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹുവിന്റെ പൊരുത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. ഏഴാമത്തെ പോയിന്റ്, ആ വലിയ വ്യക്തിത്വം ലോകത്തോട് വിട പറയുമ്പോൾ, ആ വലിയ വ്യക്തിത്വം 1207 കണ്ണൂർ സിറ്റിയിൽ ലോകത്തോട് വിട പറയുമ്പോൾ ഒരുപാട് സന്ദേശങ്ങളും ഒരുപാട് മെസ്സേജുകളും സമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുകയായിരുന്നു. എട്ടാമത്തേത്, ആ വലിയ ജീവിതത്തിൽ നിന്ന് നമ്മൾ അടർത്തിയെടുക്കേണ്ട എത്താനും ചില സന്ദേശങ്ങൾ, അഥവാ നല്ല കുടുംബവും നല്ല സന്തതികളും ദീനിന്റെ ഷിആറുകളോടുള്ള ആദരവും ദീനിന്റെ ഷിആറുകളോടുള്ള ബഹുമാനവും ആരോഗ്യത്തെയും ആയുസ്സിനെയും നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്താൽ കാലാന്തരങ്ങളിലൂടെയും ജനങ്ങൾ അവരുടെ വാക്ക്, ജനങ്ങൾ അവരുടെ നാമം അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുമെന്ന ഒരു വലിയ മെസ്സേജ് ആ മഹിതമായ ജീവിതത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഗ്രഹിച്ചെടുക്കേണ്ടതുണ്ട്. ഒൻപതാമത്തെ പോയിന്റ്, സമൂഹം ഏതെല്ലാം വിധേനയാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്നാണ്. ആ വലിയ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷവും അദ്ദേഹത്തിന്റെ നാമം സ്വന്തം മക്കൾക്ക് നിർദ്ദേശിച്ചും അദ്ദേഹത്തിന്റെ മദ്ഹുകൾ പാടിയും പറഞ്ഞും ഉർസ് മുബാറക് നടത്തിയും കണ്ണൂർ സിറ്റിയിലെ മഖാമിലേക്ക് നവജാത പൈതങ്ങളുമായി കടന്നുവന്നും സമൂഹം ആ സ്വാധീനം വെട്ടിത്തുറന്നു പറഞ്ഞു. അല്ലാഹുവേ, അവരുടെ മദദ് ഞങ്ങൾക്ക്
നൽകണേ റബ്ബേ. 10ാമത്തെ പോയിന്റ് അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അവരെ പോലെ നമ്മളായി തീരാൻ, അവരെ പോലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ 63ാമത്തെ വരി മുതൽക്ക് 77ാമത്തെ വരി വരെ നിങ്ങളൊന്ന് ഓതി നോക്കൂ. വളരെ മനോഹരമായ ചിന്തോദ്ദീപകമായ വരികളാണത്. സൂറത്തുൽ ഫുർഖാനിലെ 63ാമത്തെ വചനം മുതൽക്ക് 77ാമത്തെ വചനം വരെ ആരാണ് ഇബാദുർ റഹ്മാൻ? ആരാണ് ഇബാദുർ റഹ്മാൻ? അല്ലാഹുവിന്റെ കറകളഞ്ഞ ദാസന്മാർ ആരാണെന്ന് 13 വിശേഷണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ കേൾപ്പിക്കുന്നു. ഈ മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഹാഫിളുകൾ ഉണ്ടാകും. സൂറത്തുൽ ഫുർഖാനിലെ 63ാമത്തെ വചനം മുതൽക്കൊന്ന് പാരായണം ചെയ്തു നോക്കൂ. വ ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 63ാമത്തെ വചനം മുതൽക്ക് 77ാമത്തെ വചനം വരെ പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ മഹാന്മാരുടെ മഹിതമായ വിശേഷണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും കഴിയും. അപ്പോൾ നമ്മുടെ ജനനവും നമ്മുടെ കുടുംബവും നമ്മുടെ ഗുരുനാഥന്മാരും നമ്മുടെ ശിഷ്യഗണങ്ങളും നമ്മുടെ പ്രബോധന മേഖലകളും നമ്മുടെ മാനവിക ഐക്യവും മതമൈത്രിയും നമ്മുടെ മരണവും നമ്മുടെ സമൂഹം നമ്മെ സ്വാധീനിച്ചതും ഹഠാതാകർഷിച്ചതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്കുള്ള പാഠങ്ങളും മെസ്സേജുകളുമെല്ലാം ആളുകൾ പറയുകയും ഉൾക്കൊള്ളുകയും മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യും. ഇബാദുർ റഹ്മാൻ അല്ലാഹുവിന്റെ അഥവാ കരുണാനിധിയായ അല്ലാഹുവിന്റെ കറകളഞ്ഞ അടിമകൾ ആരാണ്? ഏതേത് മഹാന്മാരുടെയും മഹിതമായ ജീവിതം എടുത്തു നോക്കിയാൽ അവരിൽ ആ 13 വിശേഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ.
ഒന്നാമത്തെ വിശേഷണം വിനയമാണ്, താഴ്മയാണ്. ഒന്നാമത്തെ വിശേഷണം വിനയമാണ്, താഴ്മയാണ്. രണ്ടാമത്തേത് വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ആര് അവിവേകത്തോടുകൂടെ പെരുമാറിയാലും അവരോട് വിവേകത്തോടുകൂടെ മാത്രം പെരുമാറും, ബുദ്ധിപരമായി മാത്രം ഇടപെടും, സമാധാനപരമായി മാത്രം ഇടപെടും. അതാണ് രണ്ടാമത്തെ വിശേഷണം. മൂന്നാമത്തേത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അർദ്ധരാത്രിയിൽ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കും, ആത്മാർത്ഥമായി തഹജ്ജുദ് നിസ്കരിക്കും. നാലാമത്തേത് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. നരകത്തിന്റെ വർണ്ണനകളും നരകത്തിന്റെ ഭീതികളും ആത്മാർത്ഥമായി മനസ്സിലേക്ക് കൊണ്ടുവന്ന് അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണമേ, പരലോകത്തെ ഭയന്ന് ഹൃദയമറിഞ്ഞ് ദുആ ചെയ്യുന്നതാണ്. അടുത്ത വിശേഷണം വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ, സമ്പത്ത് വിനിയോഗം നടത്തുമ്പോൾ സൂക്ഷ്മതയുടെ വഴി മുറുകെ പിടിക്കുന്നതാണ്. ആറാമത്തെ വിശേഷണം വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. ചെറിയ ശിർക്കോ വലിയ ശിർക്കോ, ചെറിയ ശിർക്കോ വലിയ ശിർക്കോ സംഭവിക്കാത്തവരാണ്. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ശരീരങ്ങളെ, ജീവികളെ കൊല്ലാത്തവരാണ്, വേദനിപ്പിക്കാത്തവരാണ്. വലാ യസ്നൂൻ. അഭിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാത്തവരാണ്. അഥവാ കണ്ണിനെയും കാതിനെയും ശരീരാവയങ്ങളെയും നാവിനെയുമെല്ലാം ശരീരം പരിപൂർണമായും സംരക്ഷിക്കുന്നവരാണ്. വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. നന്നായി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. വല്ലദീന ലാ യശ്ഹദൂന സൂർ. കള്ളസാക്ഷി നിൽക്കാത്തവരാണ്, കള്ളസത്യം പറയാത്തവരാണ്. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. തിന്മകൾക്കരികിലൂടെ നടന്നു പോകുമ്പോൾ ഈമാനിനെ കീപ്പ് ചെയ്യുന്നവരാണ്, ആത്മാവിനെ പിടിച്ചു നിർത്തുന്നവരാണ്. അല്ലാഹുവിന്റെ കറകളഞ്ഞ ദാസന്മാർ തീർന്നില്ല. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ്, പരിശുദ്ധമായ ഹദീസ്, പരിശുദ്ധമായ ഇൽമ് നന്നായി ചൊല്ലിക്കൊടുത്താൽ അവർ നന്നായി സാവൂതം ശ്രവിക്കുന്നതാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഭാര്യയിലും മക്കളിലും കുടുംബങ്ങളിലും കുളിർമ നൽകണമേ, കൺകുളിർമ നൽകണമേ, മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണമേ എന്ന് ഹൃദയമറിഞ്ഞ് ദുആ ചെയ്യുന്നവരുമാണ് ഇബാദുർ റഹ്മാൻ. ദയാദാക്ഷിണ്യമുള്ള അല്ലാഹുവിന്റെ കറകളഞ്ഞ ഔലിയാക്കൾക്ക്, ദാസന്മാർക്ക്, അടിമകൾക്ക്, ജനങ്ങൾക്ക് 13 വിശേഷണങ്ങളുണ്ട്. ഔലിയായിൽ അനുസ്മരിക്കുമ്പോൾ, മഹാന്മാരെ പറയുമ്പോൾ ആ വിശേഷണങ്ങൾ ഓർക്കാതെ പോകരുത്. വിനയമുണ്ട്, സമാധാനപരമായ പ്രതികരണങ്ങളുണ്ട്, അർദ്ധരാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമുണ്ട്, നരകത്തെ ഭയന്നുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, സ്വത്ത് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യലുണ്ട്, ആദർശബോധമുണ്ട്, മറ്റുള്ളവരുടെ പവിത്രത കാത്തു സൂക്ഷിക്കലുണ്ട്, അഭിഹിത ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കലുണ്ട്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങലുണ്ട്, കള്ളസാക്ഷിത്വത്തിൽ നിന്നും കള്ളസത്യങ്ങളിൽ നിന്നും മാറി നിൽക്കലുണ്ട്, തിന്മകൾക്കരികിലൂടെ നടന്നു പോകുമ്പോൾ ആത്മനിയന്ത്രണം പാലിക്കലുണ്ട്, ഇൽമിന്റെ സദസ്സ് നന്നായി ഉപയോഗപ്പെടുത്തലുമുണ്ട്, സ്വന്തം കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലുണ്ട്.
പ്രാർത്ഥിക്കലുമുണ്ട്. 13 ചെറിയ ചെറിയ സ്വഭാവങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുന്നത് എന്നാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. അല്ലാഹുവേ, ആ വിശേഷണങ്ങളുള്ളവരായി ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. ഔലിയാഇനെ പഠിക്കാതിരിക്കുമ്പോൾ, ഔലിയാഇനെ അറിയാതിരിക്കുമ്പോൾ, ഔലിയാഇന്റെ ജീവിതം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോൾ ആ സമൂഹ മധ്യേ ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ മൗലദ് ദലീൽ മൻഫുറമി റളിയല്ലാഹു അൻഹു തന്റെ മുരീദായ ഔക്കോയ മുസ്ലിയാരോട് പറയുന്നത് കാണാം. ഔക്കോയ ഖില്ലി ഫക്തുബൻ മാ ഖാലതി ഫീ ലഹിരി മിഹ്റാബി മജീദിൽ ജുമുഅതി. പള്ളി മിഹ്റാബിൽ എല്ലാവർക്കും കാണാനും വായിക്കാനും കഴിയുന്ന കോലത്തിൽ ഞാൻ ഈ പറയുന്ന വചനങ്ങൾ എഴുതി വെക്കണം, ഞാൻ ഈ പറയുന്ന വരികൾ എഴുതി വെക്കണം. എന്തിനാണ് ഞാൻ ഇത് കേൾപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പങ്കുവെക്കുമ്പോൾ അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അത് കാലഘട്ടത്തിന്റെ അനുപേക്ഷണീയമായ കാര്യമാണെന്നും മൗലദ് ദലീൽ മൻഫുറമി റളിയല്ലാഹു അൻഹു ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഔക്കോയ മുസ്ലിയാരോട് പറയുന്നു, ഔക്കോയ ഖില്ലി ഫക്തുബൻ മാ ഖാലതി ഫീ ലഹിരി മിഹ്റാബി മജീദിൽ ജുമുഅതി. പള്ളി മിഹ്റാബിൽ എല്ലാവർക്കും കാണാനും വായിക്കാനും ചിന്തിക്കാനും കഴിയുന്ന കോലത്തിൽ ഞാൻ ഈ പറയുന്ന വരികളെല്ലാം എഴുതി വെച്ചോളൂ. അഥവാ നഫായിസുദ്ദുറരി കിതാബുൽ അദ്കിയ ജൗഹറത്തു തൗഹീദി റിസ്ഖുൽ അസ്ഫിയാ ഹാദി സലാസതു ഹിഫ്ളുഹാ ഫിൽ ബാലി حتى زوال الإنجليز الوالي وبعده تصيبنا في قومنا فاقتنا في عيشنا وديننا أصحاب أوراق الزمان خودما أصحاب أوراق دخاني سلما وبعضهم يكون في تحصيل قانون حكامي دون المعقول بعد ارتحال الإنجليز الوالي يزداد دهريون في الإضلال أصحاب أوراق الزمان خرجوا عن دينهم مع غيرهم تدهرجوا. മൗലദ് ദലീൽ മൻഫുറമി റളിയല്ലാഹു അൻഹു ശിഷ്യനായ മുരീദിലൂടെ ലോകത്തോട് സമർപ്പിക്കുന്ന വലിയ ആശയം നോക്കൂ നിങ്ങൾ. അഥവാ ഔലിയാഇനെ കുറിച്ച് പറയുന്ന ഒരു കിതാബാണ് ഹിദായത്തുൽ അദ്കിയാഇ ഇലാ തരീഖത്തിൽ ഔലിയാഇ എന്ന കിതാബ്. സീനിയർ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റേതാണ് ആ കിതാബ്. സീനിയർ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റേതാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഒരു കാലഘട്ടത്തിൽ ആളുകൾ മനഃപാഠമാക്കുകയും അതിന്റെ പ്രമേയം ആളുകൾ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. സീനിയർ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റേതാണ് ആ കിതാബ്. ഹിദായത്തുൽ അദ്കിയാഇ ഇലാ തരീഖത്തിൽ ഔലിയാഇ എന്ന കിതാബ്. ആ കിതാബിന്റെ ഉള്ളടക്കം എന്താണ്? മൻ റാമ അൻ യസ്ലുകു തരീഖൽ ഔലിയാ ഫല്യഹ്ഫളൻ ഹാദി വസ്വായാ ആമിലാ. അല്ലാഹുവിന്റെ മഹാന്മാരുടെ മഹിതമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 9 ഉപദേശങ്ങൾ കേൾക്കണം, 9 കടമ്പകൾ മറികടക്കണമെന്ന് വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന കിതാബാണ് ഹിദായത്തുൽ അദ്കിയാഇ ഇലാ തരീഖത്തിൽ ഔലിയാഇ എന്ന കിതാബ്. അഥവാ ഔലിയാഇന്റെ ജീവിതം പറയുന്ന കിതാബ് ഓതാത്ത കാലം വന്നാൽ, അത് ചർച്ച ചെയ്യാത്ത കാലം വന്നാൽ, ഔലിയാഇന്റെ ജീവിതം
ജീവിതം ഏറ്റെടുക്കാത്ത കാലം വന്നാൽ ആ സമൂഹമധ്യേ ആ വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് മൗലദ് ദവീൽ മൻഫുറമി റളിയല്ലാഹു അൻഹു എണ്ണി എണ്ണി പറയുന്നത്. ഔലിയായിനെ പഠിക്കാതിരുന്നാൽ 5 ദുരന്തങ്ങൾ പ്രധാനമായും മൗലദ് ദവീൽ മൻഫുറമി റളിയല്ലാഹു അൻഹു പങ്കുവെക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഈമാൻ ക്ഷയിച്ചു പോകും. രണ്ടാമത്തേത് കാലഘട്ടത്തിന്റെ ആൺമക്കളും പെൺമക്കളും ലഹരിയുടെ അഡിക്റ്റായി നിബദിക്കും. എന്റെ വാക്കല്ല, 1800കളിൽ മൗലദ് ദവീൽ മൻഫുറമി റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച പ്രയോഗമാണ്. ഈമാനിന്റെ ക്ഷയം വരും, കാലഘട്ടത്തിന്റെ ആൺമക്കളും പെൺമക്കളും ലഹരിയുടെ അഡിക്റ്റായി നിബദിക്കുന്നതാണ്. അതുപോലെ കാലഘട്ടത്തിന്റെ രക്ഷിതാക്കൾ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ മാത്രം സഞ്ചരിക്കും. യുക്തിവാദവും നിരീശ്വരവാദവും ഭൗതികവാദവും അതിശാസ്ത്രവാദവും ഉടലെടുക്കുന്നതാണ്. സ്വന്തം സംസ്കാരം മറന്ന് ആരാന്റെ സംസ്കാരങ്ങൾക്കു പിന്നാലെ മക്കൾ ഓടുന്ന, സഞ്ചരിക്കുന്ന, പ്രയാണം ചെയ്യുന്ന ദുരന്ത സാഹചര്യവും ഉണ്ടാകും. 5 ദുരന്തങ്ങൾ ഔലിയായിനെ പഠിക്കാതിരുന്നാൽ ഔലിയാഇന്റെ ഉർസ് നടത്താതിരുന്നാൽ, ഔലിയാഇന്റെ ജീവിതം സ്വന്തം ജീവിതവുമായി താരതമ്യം ചെയ്യാതിരുന്നാൽ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന, ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ഈമാനിന് ക്ഷയം വരും, കാലഘട്ടത്തിന്റെ മക്കൾ ലഹരിയുടെ അഡിക്റ്റായി നിബദിക്കും, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ മാത്രം സഞ്ചരിക്കും, യുക്തിവാദം ഉടലെടുക്കും. അതുപോലെ സ്വന്തം സംസ്കാരം മറന്ന് ആരാന്റെ സംസ്കാരങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്യും. അല്ലാഹുവേ, ഔലിയാഇനെ നന്നായി പഠിക്കാൻ, ഔലിയാഇനെ നന്നായി അറിയാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. സമൂഹത്തിന്റെ മാനവികതയുടെ നിലനിൽപ്പിന് ഔലിയാഇനെ പറയേണ്ടത് ആവശ്യമാണ്. അതൊരു ഭൗതികന്റെ വാക്ക് കാണാം. ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു, ആ പേര് അറിയാത്തവരായി ആരുമില്ല. ഒരു ഘട്ടത്തിൽ സുപ്രീം കോർട്ടിന്റെ അഭിഭാഷകനായി സേവനം ചെയ്തിട്ടുണ്ട്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ധാരാളം പുസ്തകങ്ങളും ഒരുപാട് ഗ്രന്ഥങ്ങളും സമൂഹമധ്യേ സമർപ്പിച്ച ഒരു മനുഷ്യനാണ് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. അദ്ദേഹം ഔലിയാക്കളെ അനുസ്മരിക്കുന്ന, മഹാന്മാരെ അനുസ്മരിക്കുന്ന സദസ്സുകൾ നിരന്തരം ശ്രദ്ധിച്ച് ലോകത്തോട് പങ്കുവച്ച ഏതാനും ചില വരികളുണ്ട്. ഏതാണ് ആ വരി? 2 തരം ഇസ്ലാമുണ്ട്. ഒരു ഇസ്ലാം മരവിച്ചതാണ്, ഒരു ഇസ്ലാം ഭീകരമാണ്, തീവ്രമാണ്, വർഗീയമാണ്. അത് ബിദ്അയുടേതാണ് ഇസ്ലാം. രണ്ടാമതൊരു ഇസ്ലാമുണ്ട്, അത് മനോഹരമാണ്, സരളമാണ്, ലളിതമാണ്, കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്, സൽസ്വഭാവമുണ്ട്, പരിഗണനയുണ്ട്, മാനവികതയുണ്ട്, മനുഷ്യത്വമുണ്ട്, എല്ലാ സൽഗുണങ്ങളും ഉള്ള ഒരു ഇസ്ലാം. അത് ഔലിയാഇന്റെ ഇസ്ലാമാണ്, സൂഫി വര്യന്മാരുടെ ഇസ്ലാമാണ്. ഔലിയാഇന്റെ ഇസ്ലാമാണ്, സൂഫി വര്യന്മാരുടെ ഇസ്ലാമാണ്. ഈ സമൂഹത്തിന്റെ അഖണ്ഡതയും ഐക്യവും സമാധാനവും നിലനിർത്താൻ ആ ഔലിയാഇന്റെ ജീവിതം പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ആരുടെ വാക്കാണ്? ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. ഇത്തരം സദസ്സുകളെല്ലാം ശ്രദ്ധിച്ച് ഔലിയാഇന്റെ ജീവിതം സമൂഹത്തോട് പറയേണ്ടത് ആവശ്യമാണെന്ന അർത്ഥത്തിൽ തന്റെ ഫേസ്ബുക്കിലെ പേജിൽ ഏതാനും ചില പേജുകൾ ആ വരികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മനോഹരമായ കാഴ്ച. അല്ലാഹുവേ, ഔലിയാഇനെ കഴിവിന്റെ പരമാവധി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനേ. ഔലിയാക്കളുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കൂ നിങ്ങൾ. നല്ല കുടുംബവും സാലിഹീങ്ങളുമായുള്ള സമ്പർക്കവും ആരോഗ്യ സമർപ്പണവും സമയവിനിയോഗവുമാണ് അടിസ്ഥാനപരമായി വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ അവർക്ക് വലിയ പ്രചോദനമായത്. അതിൽ വളരെ പ്രധാനമാണ് നല്ല കുടുംബം. നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന മക്കളിൽ സ്വലാഹുണ്ടാകും. അവരെ കൊണ്ട് സമൂഹത്തിന് വലിയ പ്രതീക്ഷയുണ്ടാവുകയും ചെയ്യും. അതാണ് നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇന്നല്ലാഹ യുസ്ലിഹു ബിസ്വലാഹി റജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി വഖലദ വൈറതിഹി വഖലദ വൈറാത്തിൻ ഹൗല ഫലാ യസാലൂന ഫീ ഹിഫ്ളില്ലാഹി മാദാമ ഫീഹിം. ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സുഹൃത ജീവിതത്തിലൂടെ, ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സുഹൃത ജീവിതത്തിലൂടെ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ എല്ലാവരും നന്മയുടെ പ്രണേതാക്കളായി, നന്മയുടെ വാഹകരായി, നന്മയുടെ ഖാദിമീങ്ങളായി ഉയരുന്നതാണ്. മാതാപിതാക്കളുടെ സുഹൃതത്തിലൂടെ സമൂഹത്തിന്റെ ഔന്നിത്യമാണ് ഉണ്ടാകുന്നത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിക്കുകയാണ്. ഏതേത് മഹാന്മാരുടെയും മഹിതമായ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാൽ ആ വലിയ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടും. അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും അതിൽ നിന്നും വിഭിന്നമല്ല. സൽകുടുംബം അദ്ദേഹത്തെ വളർത്തിയെടുത്തു. ഈ ശവ്വാൽ മാസം വിട പറഞ്ഞ വലിയ മഹാനാണ് അലിമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാറയിൽ ജനിച്ചു വളർന്ന അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈല ഇബ്ൻ ഇബ്രാഹിം ഇബ്നുൽ മുഗീറ ഇബ്ൻ ബർദിസ്ബ അൽ ജുഅഫിയുൽ ഹാഫിദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ശവ്വാലിൽ വിട പറഞ്ഞ മഹാനുഭാവൻ. അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ചരിത്രകാരന്മാർ ആദ്യം തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സ്വലാഹും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സുഹൃതങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാനിരിക്കുന്ന സമയം പറഞ്ഞൊരു വാക്കുണ്ട്, ലാ അഅലമു ഫീ ജമീഇ മാലി ശുബ്ഹത ദിർഹം. ലാ അഅലമു ഫീ ജമീഇ മാലി ശുബ്ഹത ദിർഹം. എന്റെ മൊത്തം മുതൽ പരിശോധിച്ചു നോക്കിയാൽ, എന്റെ മൊത്തം മുതൽ പരിശോധിച്ചു നോക്കിയാൽ ഹറാമാവാൻ സാധ്യതയുള്ള ഒരു ദിർഹമെങ്കിലും ഇല്ല. പരിശുദ്ധമായ മുതലാണ് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് എന്ന് സ്വന്തം സ്വത്തിന്റെ സംശുദ്ധാവസ്ഥ അത്യുച്ചത്തിൽ പറയാൻ മാത്രം ധൈര്യം കാണിച്ചയാളാണ് അലിമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അഭിവന്ദ്യ പിതാവ് ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു. ആ പിതാവിന്റെ സ്വാലിഹീങ്ങളുമായുള്ള സമ്പർക്കവും ചരിത്രകാരന്മാർ വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഹമ്മാദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന് കൈ കൊടുത്തിട്ടുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹബ്സ് റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യനെ വാർത്തെടുത്തിട്ടുണ്ട്. അലിമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യമായി പറഞ്ഞു തുടങ്ങുന്നത് ആ മാതാപിതാക്കളുടെ സുഹൃതവും സാലിഹ്യങ്ങളുമായുള്ള സമ്പർക്കവുമാണ്. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ബാപ്പമാരോടും ഉമ്മമാരോടും രക്ഷിതാക്കളോടും ഞാൻ കേൾപ്പിക്കുന്നത് ഈ സദസ്സിന്റെ ഏറ്റവും വലിയ മെസ്സേജ് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തില് ആ സൽ കുടുംബവും സാലിഹ്യങ്ങളുമായുള്ള സമ്പർക്കവുമാണ്. അല്ലാഹുവേ ആ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ആ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നല്ല കുടുംബങ്ങളാണ് നല്ല മക്കളെ വാർത്തെടുക്കുന്നത്. ഒന്ന് സാന്ദർഭികമായി ഞാനൊന്ന് പറയട്ടെ, ഇന്ന് കുടുംബ സംവിധാനങ്ങൾ താറുമാറായി പോകുന്നു. കുടുംബം തന്നെ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഗാമോഫോബിയ, ചോക്കോഫോബിയ, പെഡോഫോബിയ. ഗൂഗിൾ സെർച്ച് ചെയ്തു നോക്കൂ. ഈ മൂന്ന് മാനസിക രോഗങ്ങളെ അതേ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾക്ക് ധാരാളം വായിച്ചെടുക്കാൻ പറ്റും. ഗാമോഫോബിയ, ചോക്കോഫോബിയ, പെഡോഫോബിയ. ഗാമോഫോബിയ എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ കല്യാണം ഇപ്പോൾ വേണ്ട 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 എന്ന ചിന്ത. ടോക്കോഫോബിയ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ തന്നെയും മക്കൾ ഇപ്പോൾ വേണ്ട 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 എന്ന ചിന്ത. പെഡോഫോബിയ, മക്കൾ ഉണ്ടായാൽ തന്നെ ആ മക്കളെ പരിപാലിക്കുന്നിടത്ത് നിസ്സംഗത, അലംഭാവം, വീഴ്ച. ഇതിനാണ് ഗാമോഫോബിയ, ടോക്കോഫോബിയ, പെഡോഫോബിയ എന്ന് പറയുന്നത്. വൈകൃതമായ പ്രണയങ്ങൾ മതി, കേവലമായ അവിഹിത ബന്ധങ്ങൾ മതി, കുടുംബ സംവിധാനങ്ങൾ ഭാരമായി കാണുന്ന ഈ കാലഘട്ടത്തിൽ മഹാന്മാരെ വളർത്തിയെടുത്തതും മനുഷ്യ സംസ്കാരത്തെ വാർത്തെടുത്തതും സംരക്ഷിച്ചതും കുടുംബ സംവിധാനമാണെന്ന ഒരു വലിയ മെസ്സേജ് ഇത്തരം സദസ്സിൽ നിന്ന് മക്കളുടെ മനസ്സിലേക്ക് തുളച്ചു കയറണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ. അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ട മറ്റൊരു മെസ്സേജ്, ഇൽമിന് വേണ്ടി ആ ജീവിതത്തെ, ആരോഗ്യത്തെ സമർപ്പിച്ചു. തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം സമ്മാനിച്ചത് ഇൽമിനോടുള്ള ആദരവാണ്, വിജ്ഞാനത്തോടുള്ള താല്പര്യമാണ്, അറിവനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയാണമാണ്. തലമുറകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ട നിധിയതാണ്. വിജ്ഞാനത്തോടും അറിവിനോടുമുള്ള ബഹുമാനം എന്ന നിധിയാണ് തലമുറകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടത്. കൊട്ടാര സമാനമായ വീടുകളോ അല്ലെങ്കിൽ ഏക്കറക്കണക്കിന് ഭൂമികളോ ഭൗതിക പദാർത്ഥങ്ങളോ മാത്രമാവരുത് തലമുറകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന നിധി. മറിച്ച് നമ്മൾ തലമുറകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട നിധി എന്താവണം? വിജ്ഞാനമാവണം, അറിവാവണം, എഡ്യൂക്കേഷൻ ആവണം. ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ള നല്ല മജ്ലിസ്. അല്ലാഹ് ഈ മുതഅല്ലിമീങ്ങളുടെ പൊരുത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനേ. തലമുറകൾക്ക് വേണ്ടി മാറ്റിവെച്ചോളൂ. ഇൽമിനോടുള്ള ആദരവും ബഹുമാനവും നിങ്ങളെല്ലാവരും പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു അൽ കഹ്ഫിലെ 82-ാമത്തെ വചനം പാരായണം ചെയ്തിട്ടുണ്ടാകും. ഓരോ വെള്ളിയാഴ്ച കടന്നു വരുമ്പോഴും സൂറത്തുൽ കഹ്ഫ് പരിപൂർണമായും പാരായണം ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅത്തി അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅത്തൈനി. ഒരു വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ആരെങ്കിലും പാരായണം ചെയ്താൽ ആ ആഴ്ച പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയതയുടെ പ്രകാശം കൊണ്ട് നിറക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ പാരായണം ചെയ്ത് അവസാനം 82-ാമത്തെ വരിയിലേക്ക് എത്തുമ്പോൾ അവിടെ കാണാം വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. ചിന്തോദ്ദീപകമായ പ്രയോഗം. അഥവാ മൂസാ നബി അലൈഹിസ്സലാം ഖളിർ അലൈഹിസ്സലാമിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്നാലിന്ന നാട്ടിലേക്ക് നമ്മൾ പോയി, അവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, അവരോട് സഹായം ആവശ്യപ്പെട്ടു, അവര് ഭക്ഷണം തന്നില്ല, സഹായം നിഷേധിച്ചു, പകരം അവരെ പീഡിപ്പിക്കുകയും നന്നായി ആക്രമിക്കുകയും ചെയ്തു. എന്നിട്ടും ആ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ എന്തിനാണ് നിങ്ങൾ പൊളിയാറായ അവരുടെ മതിൽ ശരിയാക്കി കൊടുത്തത്? നമുക്ക് ഭക്ഷണം നിഷേധിച്ച, സഹായം നിഷേധിച്ച ആ നാട്ടുകാരുടെ പൊളിയാറായ മതില് എന്തിനാണ് നിങ്ങൾ ശരിയാക്കി കൊടുത്തത്? കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ നിഷ്കളങ്കമായ ചോദ്യം. അപ്പോൾ ഖളിർ അലൈഹിസ്സലാം അതിന് കൊടുക്കുന്ന മറുപടിയാണ് അൽ കഹ്ഫിലെ 82-ാമത്തെ വചനം. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. ആ മതിലിന്റെ ചുവട്ടിൽ ഒരു നിധിയുണ്ട്, ആ മതിലിന്റെ ചുവട്ടിൽ ഒരു നിധിയുണ്ട്. അസ്റം സ്വരീം എന്ന 2 മക്കൾക്ക് വേണ്ടി 7-ാം തലമുറയിലെ വലിയുപ്പ, അല്ലെങ്കിൽ 10-ാം തലമുറയിലെ വലിയുപ്പ, അല്ലെങ്കിൽ നേരെ ബാപ്പ കാശിഹ്, ആ മക്കൾക്ക് വേണ്ടി, പേരമക്കൾക്ക് വേണ്ടി ആ മതിലിന്റെ ചുവട്ടിൽ സൂക്ഷിച്ചു വെച്ച നിധിയാണത്. ആ നിധി ആ മക്കളുടെ കരങ്ങളിലേക്ക് എത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു. അതിന് ഞാൻ നിമിത്തമായി, നിദാന
സമാധാനമായി. ആ മതിലിന്റെ ചുവട്ടിൽ ഒരു നിധിയുണ്ട്. ആ നിധി ഒരു സ്വാലിഹായ വലിയുപ്പ അല്ലെങ്കിൽ സ്വാലിഹായ ഉപ്പ മക്കൾക്ക് വേണ്ടി, പേരമക്കൾക്ക് വേണ്ടി മതിലിന്റെ ചുവട്ടിൽ സൂക്ഷിച്ചു വെച്ചതാണ്. ആ മക്കൾക്ക് തന്നെ അത് കിട്ടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു. അതിന് ഞാൻ കാരണക്കാരനായി, നിമിത്തമായി. ആലോചിക്കൂ, എന്താണ് ആ നിധി? സ്വർണമാണോ? അല്ല അല്ല. വെള്ളിയാണോ? അല്ല അല്ല. ഇനി സ്വർണമാണെങ്കിലും വെള്ളിയാണെങ്കിലും സ്വർണമായതിന്റെ പേരിലോ വെള്ളിയായതിന്റെ പേരിലോ അല്ല അതിന് കൻസ് എന്ന പരിശുദ്ധമായ ഖുർആൻ പ്രയോഗിച്ചത്. നിധി എന്നതിനെ സംബന്ധിച്ച് പ്രയോഗിച്ചത് എന്തുകൊണ്ടാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അതൊരു ഫലകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുച്ചുണ്ടിൽ നിന്ന് ആ കൻസിന്റെ, നിധിയുടെ അർത്ഥം എന്തെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, അതൊരു ഫലകമാണ്. ആ ഫലകത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും ചിന്തോദ്ദീപകമായ ഒരുപാട് ഇൽമുകൾ എഴുതി വച്ചിട്ടുണ്ട്. ഒരുപാട് വിജ്ഞാന ശകലങ്ങൾ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ആ ഫലകത്തിന്റെ ഒരു ഭാഗത്ത് തലമുറകൾക്ക് ആവശ്യമായ 4 മെസ്സേജുകൾ കാണാം, 4 സന്ദേശങ്ങൾ കാണാം. അജബൻ ലിമൻ അയഖന ബിൽ മൗതി കൈഫ യഫറഹു, അജബൻ ലിമൻ അയഖന ബിൽ ഹിസാബി കൈഫ യഗ്ഫുൽ, അജബൻ ലിമൻ അയഖന ബിൽ ഖദരി കൈഫ യൻസബ്, അജബൻ ലിമൻ അയഖന ബിൽ റിസ്ഖി കൈഫ യതഅബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 വരികളാണ്, മെസ്സേജുകളാണ് ആ ഫലകത്തിന്റെ ഒരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത്. അജബൻ ലിമൻ അയഖന ബിൽ മൗതി കൈഫ യഫറഹു. ഈ മനുഷ്യൻ ഉറപ്പാണ് ഒരു നാൾ ലോകത്തോട് വിട പറയുമെന്ന്. എന്നിട്ടും മരണത്തെക്കുറിച്ച് ഓർക്കാതെ ആർത്തട്ടഹസിച്ച് ആഹ്ലാദിച്ച് ആനന്ദിച്ച് അവനങ്ങനെ മതിമറന്ന് ജീവിക്കുന്നു. ഈ മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ. രണ്ടാമത്തേത് അജബൻ ലിമൻ അയഖന ബിൽ ഹിസാബി കൈഫ യഗ്ഫുൽ. ഈ മനുഷ്യൻ ഉറപ്പാണ് അവന്റെ മരണാനന്തരം ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വിധേയമാക്കുമെന്ന്. എന്നിട്ടും ആ മനുഷ്യൻ അശ്രദ്ധനായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കാര്യം ആശ്ചര്യം തന്നെ. അജബൻ ലിമൻ അയഖന ബിൽ ഖദരി കൈഫ യൻസബ്. ഈ മനുഷ്യൻ ഉറപ്പാണ് അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ് കാര്യങ്ങൾ ഓരോന്നും നടക്കുന്നത് എന്ന്. എന്നിട്ടും നാളെ കുറിച്ച് ആലോചിച്ച് ഖിന്നനായി, ദുഃഖിതനായി അവൻ യാത്ര ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. അവന്റെ കാര്യം അത്ഭുതം തന്നെ, ആശ്ചര്യം തന്നെ. അജബൻ ലിമൻ അയഖന ബിർ റിസ്ഖി കൈഫ യതഅബ്. ഈ മനുഷ്യൻ ഉറപ്പാണ് മനുഷ്യന്റെ റിസ്ഖ് പരിപൂർണമായും അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. എന്നിട്ടും റിസ്ഖിന് വേണ്ടി ഹറാമായ വഴികളിലൂടെ കഠിനാധ്വാനം ചെയ്യുന്നു. ആ മനുഷ്യന്റെ കാര്യം വിസ്മയം തന്നെ. മരണത്തെക്കുറിച്ചും മരണാനന്തരമുള്ള ജീവിതത്തെ സംബന്ധിച്ചും ഖദർ ഖലായിലൂടെയുള്ള ഈമാനിന്റെ ബലത്തെ സംബന്ധിച്ചും ഹലാലായ വിഭവങ്ങളെ സംബന്ധിച്ചും വളരെ മനോഹരമായി തലമുറകൾക്ക് നൽകുന്ന വിജ്ഞാന ശകലമാണ്. 7ാം തലമുറയിലെ വലിയുപ്പ അല്ലെങ്കിൽ 10ാം തലമുറയിലെ വലിയുപ്പ അല്ലെങ്കിൽ നേരെ ബാപ്പ സ്വന്തം മക്കൾക്ക് വേണ്ടി, പേരമക്കൾക്ക് വേണ്ടി മദിലിന്റെ ചുവട്ടിൽ ഒരു നിധിയായി സൂക്ഷിച്ചു വെച്ചത് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഹിതമായ ജീവിതത്തിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാനുള്ളത് ആ ഇൽമിനോടുള്ള ആദരവാണ്, ആ ഇൽമിനോടുള്ള ബഹുമാനമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഒരു മുതഅല്ലിം ഒരു നാടിന്റെ അരികിലൂടെ നടന്നു പോയാൽ, ഒരു ഇൽമുള്ള വ്യക്തി, ഒരു മുതഅല്ലിമോ ഒരു ആലിമോ ഒരു നാടിന്റെ അരികിലൂടെ നടന്നുപോയാൽ ആ നാട്ടുകാർക്കും ഖബറാളികൾക്കും വീട്ടുകാർക്കും ലഭിക്കുന്ന നേട്ടം അനിർവചനീയമാണ്, അദ്വിതീയമാണ്. വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ഈ മക്കൾ ഓതി പഠിക്കുന്ന ഒരു കിതാബുണ്ട്, ശറഹുൽ അഖായിദി എന്നാണ് ആ കിതാബിന്റെ പേര്. ആ കിതാബിന്റെ അവസാന ഭാഗത്ത് സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കൊണ്ടുവന്നത് കാണാം. ഇന്നൽ ആലിമ വൽ മുതഅല്ലിമ ഇദാ മർറാ ബിഖൗമിൻ ഫഇന്നല്ലാഹ യർഫഉൽ അദാബ അൻ മഖ്ബറത്തിൽ കൽ ഖറിയ 40 യൗമാ.
ഒരു ആലിമോ അല്ലെങ്കിൽ മുത്താലിമോ ഒരു നാടിന്റെ അരികിലൂടെ നടന്നുപോയാൽ ആ നാട്ടിലെ ഖബറാളികൾക്ക് 40 ദിവസം ആനന്ദമാണ്. അങ്ങനെയെങ്കിൽ ആ മുത്താലിമീങ്ങളോ ഇൽമിന്റെ അഹ്ലുകാരോ ഏതെങ്കിലും ഒരു നാട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും അവിടെയുള്ള ഖബറാളികൾക്കും ലഭിക്കുന്ന നേട്ടം ചെറുതല്ല, വളരെ വലുതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ തലമുറകളിൽ ഒരുപാട് മുത്താലിമീങ്ങളെയും ഒരുപാട് സ്വാലിഹീങ്ങളെയും സംവിധാനിക്കണേ റഹ്മാനേ, സംവിധാനിക്കണേ റഹ്മാനേ. ഇൽമിന്റെ അഹ്ലുകാരോടും ഇൽമിന്റെ വക്താക്കളോടും ഇൽമിന്റെ ഖാദിമീങ്ങളോടുമുള്ള നമ്മുടെ സ്നേഹം, അതാണ് സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മെസ്സേജും സന്ദേശവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾക്ക് നമ്മൾ ധാർമ്മികമായ വിജ്ഞാനം നന്നായി നൽകണം. മദ്രസ വിദ്യാഭ്യാസത്തോട് ഒരു മുഖം തിരിച്ചുകൊണ്ടുള്ളൊരു സ്വഭാവം പൊതുവിൽ മാതാപിതാക്കളിൽ കാണാം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, കർത്തവ്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഉത്തരവാദിത്തം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ധാർമ്മിക മൂല്യങ്ങളുടെ പ്രഭവ കേന്ദ്രമായ മദ്രസ സ്ഥാപനങ്ങളാണെന്ന് ആലോചിക്കണം. ആ മദ്രസ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കണ്ണിയാണ് നൂറുൽ ഉലമാ എം.എ. ഉസ്താദ്. ബുഖാരി സാദാത്യങ്ങളെ ഒരുപാട് ചിത്രീകരിക്കുകയും ഒരുപാട് വർണ്ണിക്കുകയും ചെയ്ത മഹാനുഭാവനാണ് സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രവും ആ പരമ്പരയെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരുടെ ദറജ ധരിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. മക്കൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം, മൂല്യം ഉൾക്കൊള്ളുന്ന വിജ്ഞാനം നന്നായി കൊടുക്കണം. ഇന്ന് മിക്കവാറും ഹറാമുകൾ ലാഘവത്തോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ള പാഠമാണ് മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്ന് വരെ മക്കൾ കണ്ടുപോകുന്നത്, കേട്ടുപോകുന്നത്, അനുഭവിച്ചു പോകുന്നത്. കോൺട്രാഡിക്ഷൻ, കാലഘട്ടത്തിന്റെ വിരോധാഭാസം. മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗത്ത് ഒരു ഓഡിറ്റോറിയം കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നു. ഓഡിറ്റോറിയം കല്യാണമാണ്. ആ ഓഡിറ്റോറിയത്തിന്റെ മുറ്റത്ത് കാലുവച്ചപ്പോഴേ അപശബ്ദമുണ്ട്, സംഗീത കച്ചേരിയുടെ ദുർഗന്ധമുണ്ട്, ആൺ പെൺ സങ്കലനത്തിന്റെ ദുർഗന്ധമുണ്ട്. ഇസ്ലാമിന് നിരക്കാത്ത, ഈമാനിന് പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ മണവാളന്റെ ബാപ്പയോട് പറഞ്ഞു, ഇത് നമുക്ക് പറ്റാത്തതാണ്, ഇസ്ലാമിന് പറ്റാത്തതാണ്, ഈമാനിന് പറ്റാത്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്ന് ആ ബാപ്പാനോട് പറഞ്ഞപ്പോൾ ആ ബാപ്പ തിരിച്ചു പറഞ്ഞൊരു വാക്ക്, ഉസ്താദേ, പഴയ കാലം പോലെയല്ല, ഇത് പുതിയ കാലമാണ്. പഴയ തലമുറയല്ല, പുതിയ തലമുറയാണ്. കുറച്ചൊക്കെ നമ്മൾ കണ്ണു ചിമ്മണം. പഴയ തലമുറയല്ല, പുതിയ തലമുറയാണ്. പഴയ കാലമല്ല, പുതിയ കാലമാണ്. കുറച്ചൊക്കെ നമ്മൾ കണ്ണ് ചിമ്മണമെന്ന്. ഹറാം ചെയ്യുമ്പോൾ, മക്കൾ നിഷിദ്ധമായ കാര്യം ചെയ്യുമ്പോൾ കണ്ണു ചിമ്മണമെന്ന് പറയുന്ന ബാപ്പ യഥാർത്ഥത്തിൽ രക്ഷിതാവാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മക്കൾ ദുനിയാവിന്റെ അഗ്നിയിൽ കിടന്ന് വെന്തുരുകുമ്പോൾ, ഏതെങ്കിലും ബാപ്പ കണ്ണടച്ചു നിൽക്കുമോ? ഏതെങ്കിലും ഉമ്മ കണ്ണടച്ചു നിൽക്കുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഹറാം ചെയ്താൽ പരലോകത്ത് കാത്തിരിക്കുന്നുണ്ട് നരകാഗ്നി. സൂറത്തു തഹരീമിലെ പ്രയോഗം നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ഈമാനുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ ശരീരങ്ങളെയും മക്കളുടെ ശരീരങ്ങളെയും ആ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണം. ലോകത്തുള്ള മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ആഹ്വാനം ചെയ്തതാണ്. മക്കൾ ഹറാം ചെയ്യുമ്പോൾ, കറാഹത്ത് ചെയ്യുമ്പോൾ, ഖിലാഫുൽ ഔല
ലാഘവത്തോടുകൂടെ കൈകാര്യം ചെയ്യുമ്പോൾ കണ്ണടച്ചു നിൽക്കാൻ ഒരു ബാപ്പയുടെ ആവശ്യമില്ല, കണ്ണടച്ചു നിൽക്കാൻ ഒരു ഉമ്മയുടെ ആവശ്യമില്ല. നന്മ പറഞ്ഞു കൊടുക്കണം. ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ വേർതിരിവ് കാണിച്ചു കൊടുക്കണം. അതിനാണ് ധാർമ്മികമായ വിദ്യാഭ്യാസം. യഥാർത്ഥ ഈമാനുള്ളവന്റെയും യഥാർത്ഥ ഈമാൻ ഇല്ലാത്തവന്റെയും ഇടയിലുള്ള വ്യവച്ഛേദനം, ഡിസ്ക്രിമിനേഷൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നോക്കൂ നിങ്ങൾ. അൽ മുഅ്മിനു യറാ ദംബഹു കൽ ജബലി ഫൗഖഹു യഖാഫു അൻ യഖാ അലൈഹി വൽ മുനാഫിഖു യറാ ദംബഹു കദുബാബിൻ മറ അലാ അൻഫി ഫാതാറാ. സദഖ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഈമാനുള്ള മനുഷ്യൻ ഹറാമുകളെ കാണുന്നത് ദേഹത്ത് വീഴാനിരിക്കുന്ന പർവ്വതങ്ങളെ പോലെയാണ്, ദേഹത്ത് വീഴാനിരിക്കുന്ന കുന്നുകളെ പോലെയാണ്. നേരെ മറിച്ച് കപടനായ മനുഷ്യൻ ഹറാമുകളെ കാണുന്നത് മൂക്കിന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കുന്ന ഈച്ചയോടുള്ള ലാഘവം കണക്കെയാണ്. മൂക്കിന്റെ മുമ്പിലൂടെ ഈച്ച പാറുമ്പോൾ കൈകൊണ്ട് ആട്ടിയോടിക്കുന്നു, വീണ്ടും പാറുമ്പോൾ കൈകൊണ്ട് തട്ടുന്നു, വീണ്ടും പാറുമ്പോൾ കൈകൊണ്ട് തട്ടുന്നു. ഇതുപോലെയാണ് കപടനായ മനുഷ്യന്റെ, ഈമാൻ ഉറക്കാത്തവന്റെ കണ്ണിൽ ഹറാമുകൾ, നിഷിദ്ധമായ കാര്യങ്ങൾ. അല്ലാഹുവേ, ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ വ്യവച്ഛേദനം മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ അറിവനുഭവങ്ങൾ നന്നായി നേടിയെടുത്തത് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണ്. മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ ഗുരുനാഥൻ, എല്ലാ അർത്ഥത്തിലും ആദ്യ ഗുരുനാഥൻ പിതാവ് അസ്സയ്യിദ് മുഹമ്മദ് അല്ലെങ്കിൽ അഹ്മദ് അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവാണ്. ചരിത്രത്തിൽ പിതാവിന്റെ പേര് അഹ്മദ് എന്നും കാണാം, മുഹമ്മദ് എന്നും കാണാം. അർത്ഥത്തിലാണ് രണ്ട് പേരുകളായി പറഞ്ഞത്. സ്വന്തം പിതാവ് തന്നെയാണ് ആദ്യത്തെ ഗുരുനാഥൻ. അതുപോലെ സയ്യിദ് തറവാട്ടിലെ ഖാസിം വലിയുല്ലാഹിൽ കവരത്തി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്. ഉമർ ഐദറൂസി റളിയല്ലാഹു അൻഹുവും മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനാണ്. അല്ലാഹുവേ, വിജ്ഞാനത്തിന്റെ മധുരം നന്നായി നുകരാൻ തൗഫീഖ് നൽകണേ റബ്ബേ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ഈ ലോകത്ത് മക്കളോടൊപ്പം സുഖജീവിതം നയിച്ച് അത്ര മതി എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളല്ല. മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പമുള്ള സുഖജീവിതം നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് പരലോകത്താണ്. പരലോകത്താണ്. ഈ ലോകത്ത് മക്കളോടൊപ്പമുള്ള ജീവിതം മാത്രമല്ല, ഈ ലോകത്ത് മാത്രം മതി മക്കളോടൊപ്പമുള്ള ജീവിതം എന്നല്ല നമ്മൾ കൊതിക്കുന്നത്. മറിച്ച് പരലോകത്ത്, സ്വർഗലോകത്ത്, പരലോകത്ത് സ്വർഗലോകത്ത് ആ മക്കളോടൊപ്പം അല്ലാഹുവിന്റെ ലിഖാഉ കൊണ്ട് സന്തോഷിക്കാൻ, അല്ലാഹുവിന്റെ ലിഖാഉ കൊണ്ട് ആനന്ദിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ കടന്ന മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദവും ഏറ്റവും വലിയ സന്തോഷവും ഏതാണ്? ലിഖാഉല്ലാഹി ലഭിക്കുന്നതിന്റെ മുമ്പേയുള്ള ഏറ്റവും വലിയ ആനന്ദവും ഏറ്റവും വലിയ സന്തോഷവും ഏതാണ് സഹോദരന്മാരെ? ഈമാനുള്ള മക്കളെ അരികിലേക്ക് ലഭിക്കുമ്പോഴുള്ള സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ആനന്ദം. നിങ്ങളെല്ലാവരും സൂറത്ത് തൂർ പാരായണം ചെയ്യാറുണ്ടാകും. പരിശുദ്ധമായ ഖുർആനിലെ ചിന്തോദ്ദീപകമായ അധ്യായമാണ് സൂറത്ത് തൂർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സൂറത്ത് മറ്റൊരാളിൽ നിന്ന് കേട്ടപ്പോൾ ബോധരഹിതരായി വീണു. ചിന്താ നിമഗ്നനായി ഒരു മാസത്തോളം പനി ബാധിച്ചു കിടന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രയും പെനട്രേറ്റിംഗ് പവർഫുൾ ലൈൻ ഉൾക്കൊള്ളുന്ന അധ്യായമാണ് സൂറത്ത് തൂർ. ആ സൂറത്ത് തൂർ ഇങ്ങനെ പാരായണം ചെയ്ത് 21ാമത്തെ വരിയിലെത്തിയാൽ കാണാം, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ.
മാതാപിതാക്കൾക്ക് സ്വർഗലോകത്ത് വെച്ച് ഈമാനുള്ള മക്കൾ അരികിലേക്ക് ലഭിക്കുമ്പോഴുള്ള സന്തോഷമാണ് ആ വരിയുടെ ഉള്ളടക്കം. ആ വരിയുടെ തൊട്ടു മുമ്പിൽ സ്വർഗലോകത്ത് ഒരുപാട് ആനന്ദങ്ങളും ഒരുപാട് സന്തോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വർണ്ണിക്കുന്നുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വ നഈം ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വ വഖാഹും റബ്ബുഹും അദാബൽ ജഹീം കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ വ സവ്വജ്നാഹും ബിഹൂരിൻ ഐൻ. സ്വർഗ്ഗഗ്രസ്തരായ ആളുകൾക്ക് സ്വർഗ്ഗലോകത്ത് മണിമന്ദിരങ്ങളുണ്ട്, വിഭവങ്ങളുണ്ട്, സുഭിക്ഷമായ ഭക്ഷണങ്ങളുണ്ട്, എല്ലാ ആനന്ദങ്ങളും സന്തോഷങ്ങളുമുണ്ട്. പക്ഷേ ഇതൊന്നും ലഭിച്ചാൽ ലിഖാഉല്ലാഹി ലഭിക്കുന്നതിന്റെ മുമ്പേ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പരിപൂർണമാകുന്നില്ല. മാതാപിതാക്കളിലേക്ക് ചേർത്ത് ഈമാനുള്ള മക്കള്, സംസ്കാരമുള്ള മക്കള് അരികിലേക്ക് ലഭിക്കുമ്പോഴാണ് അവരുടെ ആനന്ദം, അവരുടെ സന്തോഷം. അല്ലാഹുവേ, സ്വർഗ്ഗലോകത്ത് കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം പേരമക്കളോടൊപ്പം ആനന്ദിക്കാൻ, നിന്റെ ലിഖാവ് കൊണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൗഫീഖ് തരട്ടെ. നമ്മുടെ മഹിതമായ ജീവിതത്തിലേക്ക് നോക്കി മക്കൾ നല്ല സംസ്കാരമുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഒരുപാട് മുതഅല്ലിമീങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാടുകളിലൊക്കെ വളരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. റമളാനിന്റെ മുമ്പ് ഒരു ഉമ്മ മരണപ്പെട്ട വീട്ടിൽ കയറി ഇറങ്ങി. മർഹൂമ ഖദീജ എന്നാണ് ആ പൊന്നുമ്മയുടെ പേര്. അവരുടെ ഭർത്താവ് ഹംസക്കുട്ടി, രണ്ടുപേരും ലോകത്തോട് വിട പറഞ്ഞതാണ്. ആ മർഹൂമ ഖദീജ എന്ന് പറയുന്ന ഉമ്മാന്റെ മരണം നടന്ന 3-ാമത്തെ ദിവസം ഞാൻ ആ വീട്ടിൽ കയറിയിറങ്ങി, ഒന്ന് ദുആ ചെയ്തു. ദുആ ചെയ്തിറങ്ങുമ്പോൾ ആ പൊന്നുമ്മാന്റെ മക്കൾ, കുടുംബാംഗങ്ങൾ ഈ വിനീതന്റെ കയ്യിലേക്ക് വെച്ചു തരുന്നു. ആ പൊന്നുമ്മ ജീവിതകാലത്ത് ധരിച്ചിരുന്ന 14 പവൻ സ്വർണം, നല്ല മാലയുണ്ട്, നല്ല വളയുണ്ട്, നല്ല ചിറ്റുണ്ട്, നല്ല മോതിരമുണ്ട്. 14 പവൻ സ്വർണം, നല്ല വില കിട്ടും ഈ സമയത്ത്. 14 പവൻ സ്വർണം കയ്യിലേക്ക് വെച്ചു തന്നുകൊണ്ട് ആ മക്കൾ, കുടുംബാംഗങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ പൊന്നുമ്മാന്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ കണ്ടത് ഇൽമിനോന്റെ മരണാനന്തരം ആ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ഉമ്മ ധരിച്ച സ്വർണം അത് ഇൽമിന്റെ മേഖലകളിലേക്ക് തിരിക്കലായിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. 14 പവൻ സ്വർണം വിഭജിച്ചെടുക്കാതെ അതൊരു ഇൽമിന്റെ മേഖലയിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പൊന്നുമ്മ, ആ മക്കള്, ആ കുടുംബാംഗങ്ങളെ ഏത് രൂപത്തിലായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക, പരിപാലിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. അല്ലാഹുവേ, ഇൽമിനോടുള്ള ആദരവും ബഹുമാനവും ഞങ്ങളുടെ മനസ്സിൽ പെരുപ്പിച്ചു തരണേ അല്ലാഹ്. ജാമിഅ മർകസിൽ അൽ അഷ്ബാഹു വൻ നളായിർ എന്നൊരു ക്ലാസ് നടക്കുകയാണ്. മുത്തവ്വൽ അവ്വലിൽ വിനീതൻ അൽ അഷ്ബാഹു വൻ നളായിർ എന്ന ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ഒരു മുതഅല്ലിം ഇങ്ങനെ അശ്രദ്ധരായി നിൽക്കുന്നത് കണ്ടു. അശ്രദ്ധരായി നിൽക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ഉണർത്തി, മോനെ, അഷ്ബാഹു വൻ നളായിർ എന്ന കിതാബാണ്, ഗഹനമേറിയ കിതാബാണ്, 5 ഖായിദകൾ സവിസ്തരം പറയുന്ന കിതാബാണ്, നന്നായി ശ്രദ്ധിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് ഞാൻ ആ മോനെ ഉണർത്തി. എടാ പോടാ ഇജ്ജി അനക്ക് എന്നൊന്നും വിളിച്ചിട്ടില്ല. ഇന്നേ വരെ 9 വർഷത്തോളം മുതഅല്ലിമീങ്ങൾ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. എടാ എന്നോ പോടാ എന്നോ ഇജ്ജി എന്നോ അനക്ക് എന്നോ ഈ വിഭാഗം മുതഅല്ലിമീങ്ങളെ വിളിച്ചിട്ടില്ല. അല്ലാഹുവേ, അവരുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മുതഅല്ലിമീങ്ങളുടെ ശഫാഅത്ത് നൽകണേ റബ്ബേ. ഏതായിരുന്നാലും ആ കുട്ടിയോട് ഞാനൊന്ന് ഗൗരവത്തിൽ പറഞ്ഞു, മോനെ, നന്നായി ശ്രദ്ധിച്ചാലേ അൽ അഷ്ബാഹു വൻ നളായിർ എന്ന കിതാബ് മനസ്സിലാകൂ. ഏതായിരുന്നാലും അന്നേ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ എന്റെ റൂമിലേക്ക് വന്നു. എന്റെ പിന്നാലെ മോനും വരുന്നുണ്ട്. ആ മോന് റൂമിന്റെ വാതിൽക്കൽ ഇങ്ങനെ നിന്നു, കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയെ കണ്ട ഉടനെ ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ ആ സമയത്ത് ദേഷ്യപ്പെട്ടത് മോന് പൊരുത്തപ്പെടണം. അപ്പോൾ ആ മോന് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ചില കാര്യങ്ങൾ മനസ്സ് തുറന്നു പറയാൻ
പറയാനുണ്ട്. ഞാൻ പറഞ്ഞു മോന് പറഞ്ഞോളൂ ഞാൻ കേട്ടോളാം, മോന് പറഞ്ഞോളൂ ഞാൻ കേട്ടോളാം. അപ്പോൾ ആ മോന് പറയുന്നത്, ഉസ്താദ് ഞങ്ങളുടെ ബാപ്പ ചെറിയ പ്രായത്തില് ഞങ്ങളെ വിട്ടുപോയതാണ്. എനിക്കൊരു അനിയനുണ്ട്, ഡിസ്കിന് കേടുവന്ന് വർഷങ്ങളായി ഒരേ കിടത്തത്തിലാണ്. പിന്നെയുള്ളത് പൊന്നുമ്മയാണ്. വീട് വീടാന്തരം കയറിയിറങ്ങി കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ടാണ് ഞങ്ങൾ 2 മക്കളെ ആ പൊന്നുമ്മ പരിപാലിക്കുന്നത്, ആ പൊന്നുമ്മ വളർത്തുന്നത്, പഠിപ്പിക്കുന്നത്. ഉമ്മാക്കാണെങ്കിലോ ചെറിയ പ്രായമാണ്, പക്ഷേ പ്രായാധിക്യം തോന്നിക്കുന്നുണ്ട്. കഠിനാധ്വാനം കൊണ്ട് പകലന്തിയോളം വീട് വീടാന്തരം കയറിയിറങ്ങി. പൊന്നുമ്മാന്റെ മുഖത്ത് ക്ഷീണമുണ്ട്. ഉമ്മാക്ക് വല്ലാത്ത രോഗങ്ങളില്ല, എല്ലാ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളുമുണ്ട്. ചികിത്സ നന്നായി ഉറപ്പിക്കാവുന്ന ധനമോ സമ്പാദ്യമോ കയ്യിലില്ലതാനും. അപ്പോൾ ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ നല്ല പൗരുഷഭാവമുള്ള മോനാണ്, നല്ല ആരോഗ്യമുള്ള മോനാണ്. അതുകൊണ്ട് ഞാൻ പഠനം നിർത്തി, ദർസി പഠനം നിർത്തി ഞാൻ ജോലിക്ക് പോയാൽ നല്ല പണം കിട്ടും. ആ നല്ല പണം കൊണ്ട് പൊന്നുമ്മക്ക് നല്ല ചികിത്സ ഉറപ്പിക്കാം, നല്ല മരുന്ന് വാങ്ങാം. അപ്പോൾ എന്റെ പൊന്നുമ്മ പറഞ്ഞത്, മോനെ നീ പറഞ്ഞത് ശരിയാണ്, നീ നല്ല തണ്ടും തടിയുമുള്ള നല്ല മോനാണ്, ആരോഗ്യമുള്ള മകനാണ്. നീ പഠനം നിർത്തി ജോലിക്ക് പോയാൽ നല്ല പണം കിട്ടും, ചികിത്സ ഉറപ്പിക്കാവുന്നതാണ്, എനിക്ക് ഒരുപാട് മരുന്നുകൾ വാങ്ങാവുന്നതുമാണ്. പക്ഷേ നീ ഓരോ വ്യാഴാഴ്ചയും ആ മർക്കസിൽ നിന്ന് വരുന്നത് കാണുമ്പോൾ, ആ മർക്കസിൽ നിന്ന് 2 വർഷം കഴിഞ്ഞാൽ സഖാഫി ബിരുദമെടുത്ത് പഠിച്ചിറങ്ങേണ്ട മോനാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, ഓരോ വ്യാഴാഴ്ചയും നിന്റെ ശുഭ്ര വസ്ത്രം ധരിച്ചുള്ള ആ ഒരു വരവ് കാണുമ്പോൾ നിന്റെ സഖാഫി ബിരുദം കിട്ടാനുള്ള പണ്ഡിതനാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എന്റെ എല്ലാ രോഗങ്ങളും മറന്നുപോകുന്നു, എല്ലാ പ്രയാസങ്ങളും മറന്നുപോകുന്നു. അതുകൊണ്ട് മോന് പഠിക്കണം, നന്നായി പഠിക്കണം. ഓരോ വ്യാഴാഴ്ചയും മോന് വരുന്നത് കാണുമ്പോൾ എനിക്ക് ആശ്വാസമുണ്ട്. ബിരുദമെടുത്ത് നല്ല പണ്ഡിതനായി വരുമല്ലോ എന്നാശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല സമാധാനമുണ്ട്. അതുകൊണ്ട് മോന് പഠിക്കുന്നതിലാണ് എന്റെ ആശ്വാസം, എന്റെ ശമനം. പൊന്നുമ്മാന്റെ വാക്കും കേട്ട് ഞാൻ ദർസിലേക്ക് വന്നിരിക്കുമെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ ഉമ്മയെ ഓർമ്മ വരും, പൊന്നുമ്മ എന്നൊരു ഓർമ്മ വരുമ്പോൾ അപ്പോഴാണ് അശ്രദ്ധരായി പോകുന്നത്. അതുകൊണ്ട് ഉസ്താദ് ഒന്നും വിചാരിക്കരുത് എന്ന് ഒരു മോന് പറഞ്ഞത് ഞാൻ ഓർത്തെടുക്കുകയാണ്. അഥവാ ഒരു മോന് മുത്താല്യമായി മാറാനുള്ള ഒരു ഉമ്മാന്റെ ഉൾക്കടമായ ആഗ്രഹത്തിന്റെ മനോഹരമായ കാഴ്ച. അല്ലാഹുവേ, ഇൽമിനോടുള്ള ആദരവ്, ബഹുമാനം, ഷിആറുകളോടുള്ള ആദരവ്, ബഹുമാനം, ബഹുമാനപ്പെട്ട മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം എല്ലാ മഹാന്മാരുടെയും ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ വിജ്ഞാനത്തിന്റെ വട്ടക്കൺ ഇവിടെ നിന്ന് ചലിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്തപുരത്തിൽ അത് പ്രകടമാകും. ഉലമാ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണത്, മുതഅല്ലിമീങ്ങൾ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണത്. അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു യഥാർത്ഥ വിജ്ഞാനം, മൂല്യമുള്ള വിജ്ഞാനം ലോകത്തിന് എത്തിക്കാൻ വേണ്ടി ഏതെല്ലാം ദേശങ്ങളിലേക്കാണ് പോയത്. ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ട്, ലക്ഷദ്വീപിലേക്ക് പോയിട്ടുണ്ട്, മലേഷ്യയിലേക്ക് പോയിട്ടുണ്ട്, ഇന്തോനേഷ്യയിലേക്ക് പോയിട്ടുണ്ട്. 4.5 ലക്ഷം ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യം ആ ചുണ്ടിൽ നിന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ സൗരഭ്യം അവർ ആസ്വദിച്ചിട്ടുണ്ട്. 4.5 ലക്ഷം ആളുകൾ ഇസ്ലാമിന്റെ സാരള്യവും ഇസ്ലാമിന്റെ ചമൽക്കാരവും ആ ചുണ്ടിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു. പരിശുദ്ധമായ ഇസ്ലാം പുലുകുകയുണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹുവേ, ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ റബ്ബേ. അതുകൊണ്ട് ഉലമാ കൈകാര്യം ചെയ്യുന്ന ആ ഇൽമ് ഇവിടെ നിന്ന് ചലിപ്പിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്തപുരത്തിൽ പ്രകടമാകുന്നതാണ്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ നിങ്ങളുമായി ഹദീസുകളും ഖുർആൻ ആയത്തുകളും വിജ്ഞാന ശകലങ്ങളും
പങ്കുവെക്കുന്നു. ഇതിനൊരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. എന്റെ അഭിവന്ദ്യ ഗുരുവരിയർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവ ഉസ്താദ്, അവരുടെ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അവരുടെ ഗുരുനാഥൻ ശവ്വാൽ മാസം വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, അവരുടേത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അവരുടേത് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരുടേത് അലി ഹസൻ മഖ്ദൂം, അവരുടേത് വലിയ ബാവ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്മദ് മഖ്ദൂം, അവരുടേത് അഹ്മദ് മഖ്ദൂം രണ്ടാമൻ, അവരുടേത് മമ്മിക്കുട്ടി ഖാലി പൊന്നാനി, അവരുടേത് അലി ഹസൻ മഖ്ദൂം, അഹ്മദ് മഖ്ദൂം, ഖാജ മഖ്ദൂം, നൂറുദ്ദീൻ മഖ്ദൂം, അബ്ദുൽ അസീസ് മഖ്ദൂം, അബ്ദുർ റഹ്മാൻ മഖ്ദൂം, ഉസ്മാൻ മഖ്ദൂം, അബ്ദുർ റഹ്മാൻ മഖ്ദൂം, ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, സക്കരിയ അൽ അൻസ്വാരി, ജലാലുദ്ദീൻ അൽ മഹല്ലി, അബ്ദുർ റഹീം അൽ ഇറാഖി, അലാഉദ്ദീൻ അലി ഇബ്നു ഇബ്രാഹിം, യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി, അൽ ഇമാം ഇർബലി സല്ലാർ, മുഹമ്മദ് അൽ ഖസ്വീനി, അബ്ദുൽ ഗഫാർ അൽ ഖസ്വീനി, അബുൽ ഖാസിം അർ-റാഫിഈ, വാലിദുഹു അർ-റാഫിഈ, അൽ ഇമാം നീസാബൂരി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, ഇമാം അൽ ഹറമൈനി, അബൂ മുഹമ്മദ് അൽ ജുവൈനി, അബൂ ബക്കർ ഖഫാൽ മർവസി, അബൂ സയ്യിദ് മർവസി, അബൂ ഇസ്ഹാഖ് മർവസി, അഹ്മദ് അൽ ബഗ്ദാദി, അൽ ഇമാം അൽ അൻമാതി, റബീഉൽ മുറാദി, അൽ ഇമാം ഷാഫിഈ, മുസ്ലിം അസ്-സൻജി, അബ്ദുൽ മലിക് ഇബ്നു ജുറൈജ്, അതാ ഇബ്നു അബീ റബാഹ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ എല്ലാം ഗുരുനാഥൻ സയ്യിദുനാ വസനദുനാ വശഫീഉനാ വമുസ്തഫാനാ വമുർതളാനാ വമുജ്തബാനാ വമുഖ്തഫാനാ വമുഖഫാനാ വമുഖഫീനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായ ഗുരുപരമ്പരയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ പണ്ഡിതന്മാർ അവരുടെ ആയുസ്സും ആരോഗ്യവും സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്, പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്, ദീനിന് വേണ്ടി സമർപ്പിച്ചതാണ്. അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു ആരോഗ്യത്തെ, ആയുസ്സിനെ ഈ സമൂഹത്തിന് വേണ്ടി, ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരോടുള്ള കടപ്പാട് ചെറുതല്ല. അല്ലാഹുവേ, ആരോഗ്യത്തോടും ആയുസ്സിനോടുമുള്ള കടപ്പാട് പൂർത്തീകരിച്ചവരായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. സമയത്തെ വെറുതെ കൊല്ലുമ്പോൾ 63 വർഷം ഈ ലോകത്ത് ജീവിച്ച അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമൊന്ന് പരിശോധിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. 1144 ജനിച്ച് 1207 ലോകത്തോട് വിട പറയുമ്പോൾ 63 വർഷം ആ മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചതിന് അടയാളമുണ്ടാക്കിയിട്ടുണ്ട്, പ്രതീകമുണ്ടാക്കിയിട്ടുണ്ട്. അയ്യുമാ മുസ്ലിമീൻ ഷഹിദ ലഹു അർബഅത്തുൻ ബിഖൈരി അദ്ഖലഹുല്ലാഹുൽ ജന്ന. ഒരു മനുഷ്യന്റെ വഫാത്തിന്റെ ശേഷം 4 ആളെങ്കിലും ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞാൽ ആ വ്യക്തി സ്വർഗാവകാശിയാണെന്ന് ഉറപ്പിച്ചോളൂവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് വല്ല നന്മയുടെ പ്രതീകമോ നന്മയുടെ അടയാളങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിനോടൊന്ന് ചോദിക്കാവുന്നതാണ്. അല്ലാഹുവേ, ലോകത്തോട് വിട പറഞ്ഞാലും നന്മയുടെ പ്രതീകങ്ങൾ, ഖൈറിന്റെ പ്രതീകങ്ങൾ, സുഹൃതത്തിന്റെ അടയാളങ്ങൾ വിട്ടേച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. കാലങ്ങളോളം ജീവിക്കുന്നവരല്ല, അളിനീതളഗത ജലമതി തരളം തദ്വാ ജീവിതം അതിശയ ചബലം വിദ്ധി വ്യാധ്യാഭിമാനഗ്രസ്തം ലോകം ശോകഹതം ചാ സമസ്തം. താമരപ്പൂവിന്റെ ഇതളിൽ തൂങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളി ഏത് സമയത്തും മുറ്റി വീഴാൻ പോകുന്നത് പോലെയാണ് ഈ ലോകത്തെ മനുഷ്യന്റെ ജീവിതം. താമരപ്പൂവിന്റെ ഇതളിൽ തൂങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളി ഏത് സമയത്തും മുറ്റി വീഴാൻ പോകുന്നത് പോലെയാണ് ഈ ലോകത്തെ മനുഷ്യന്റെ ജീവിതം. അല്ലാഹുവേ, ഈ നശ്വരമായ ജീവിതത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി അനശ്വരമായ ജീവിതത്തിന് വേണ്ടി ആരോഗ്യത്തെയും ആയുസ്സിനെയും ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ.
പരലോകത്തെത്തിയാൽ മനുഷ്യ സമൂഹം ഏറ്റവും കൂടുതൽ വിരൽ കടിക്കുന്നത് സമയത്തെ ദുരുപയോഗം ചെയ്തതിന്റെ പേരിലാണ്, ആരോഗ്യത്തെ മിസ്യൂസ് ചെയ്തതിന്റെ പേരിലാണ്. സൂറത്തുൽ ഫാത്തിർ നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കൂ. സൂറത്തുൽ ഫാത്തിർ പാരായണം ചെയ്താൽ അതിൽ കാണാം വഹും യസ്തരിഹൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിരുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിലെ മനോഹരമായ ചിന്തോദ്ദീപകമായ വാചകം, നരകാവകാശികളായ ആളുകൾ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ കഠോരമായ ശിക്ഷ സഹിക്കവയ്യാതെ അവസാനം വിരൽ കടിച്ചുകൊണ്ട് അല്ലാഹുവോട് പറയുന്ന വാക്കാണ്, അല്ലാഹുവേ ഒരിക്കൽ കൂടി സമയം അനുവദിച്ചു തരുമോ, ഒരിക്കൽ കൂടി സമയം അനുവദിച്ചു തരുമോ, ഒരിക്കൽ കൂടി ആരോഗ്യം തരുമോ, ഒരുപാട് നന്മകൾ ചെയ്തോളാം, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തോളാം, ഫർളുകൾ മുറപോലെ നിർവഹിച്ചോളാം, സുന്നത്തുകൾ ഒരുപാട് നിർവഹിച്ചോളാം, കർത്തവ്യങ്ങളെല്ലാം യഥോചിതം ചെയ്തോളാം, ഒരിക്കൽ കൂടി സമയം അനുവദിച്ചു തരുമോ, ഒരിക്കൽ കൂടി ആരോഗ്യം തിരിച്ചു തരുമോ. വിരല് കടിച്ചുകൊണ്ട് അല്ലാഹുവോട് കെഞ്ചും നരകാവകാശികൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുമെന്ന് ഏറ്റെടുത്ത ചോദ്യമാണ്, അവലം നുഅമ്മിരുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. നിമിഷങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഒരു പുരുഷായുസ് പൂർണ്ണമായും തന്നു. അത് ഉപയോഗപ്പെടുത്തേണ്ടതെങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാനുള്ള പണ്ഡിതന്മാരെയും തന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ സമയം നിങ്ങൾ ദുരുപയോഗം ചെയ്തത്? എന്നിട്ടും എന്താണ് നന്മ ഉപയോഗപ്പെടുത്താതെ പോയത്? അതുകൊണ്ട് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ മധുരം ഇനിയും നുകർന്നോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു പ്രയോഗമുണ്ട്. ആരോഗ്യത്തെയും ആയുസ്സിനെയും കേവലമായി മിസ്യൂസ് ചെയ്താൽ പരലോകത്ത് വിരൽ കടിക്കേണ്ടി വരും. സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ആരോഗ്യത്തെയും ആയുസ്സിനെയും എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന മഹിതമായ പാഠം ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് ഇബ്നീദൻ അഭിവന്ദ്യ ഗുരുവരിയർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് മിക്കവാറും സന്ദർഭങ്ങളിൽ ഓർമ്മിപ്പിക്കാറുണ്ട്. മാ ഫാത മിൻ ഉംരിക ലാ ഇവദല വമാ ഹസല ലക മിൻഹു ലാ ഖീമത ലാ. ആയുസ്സിൽ നിന്ന് ഒരു നിമിഷമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അത് വീണ്ടെടുക്കാൻ കഴിയില്ല. ആയുസ്സിൽ നിന്ന് ഒരു നിമിഷമാണ് ലഭിച്ചതെങ്കിലോ അതിന്റെ വാല്യൂ, മൂല്യം നിർണയിക്കാനും കഴിയില്ല. അത്രയും അനർഘമായ സ്വത്താണ് നമ്മുടെ സമയം സഹോദരന്മാരെ, ആയുസ് സഹോദരന്മാരെ. അല്ലാഹുവേ ആയുസ്സിനെ നിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇബ്നീദൻ അഭിവന്റെ ഗുരുവരിയർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് ഇരിക്കുന്ന കസേരയുടെ നേരെ പിന്നിൽ കുറിച്ചിട്ടുണ്ട്, അല്പം മാത്രം സംസാരിക്കുക, സമയം വിലപ്പെട്ടത് നമ്മുടേതും നിങ്ങളുടേതും. അല്പം മാത്രം സംസാരിക്കുക, സമയം വിലപ്പെട്ടത് നമ്മുടേതും നിങ്ങളുടേതും. ചിന്തോദ്ദീപകമായ പ്രയോഗമാ. മഹാന്മാരാക്കിയത് സമയത്തെ വേണ്ടതുപോലെ വിനിയോഗിച്ചിട്ടാണ്. ഫോണുകളിലായി, കേവലമായ കടത്തിണ്ണകളിലെ സംസാരങ്ങളിലായി, ടർഫുകളിലെ കളികളിലായി, ബഡായി വർത്തമാനങ്ങളിലായി, കേവലമായ സൗഹൃദ ബന്ധങ്ങളിലായി സമയത്തെ കൊല്ലുമ്പോൾ, മഹാന്മാരുടെ മഹിതമായ ജീവിതത്തിൽ നകന്നകന്നു പോകുമ്പോൾ, മരിക്കുന്ന സമയത്ത് ഓരോ മുഖങ്ങളാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ദാക്കിരീങ്ങളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, ഖൈറിന്റെ അഹ്ലുകാരോടൊപ്പം സമയം ചെലവഴിച്ചാൽ ആ മുഖം കണ്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറയുക. അല്ലാമ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രയോഗം ഈ വിനീതൻ അഭിവന്റെ ഗുരുവരിയർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് അൽ
എന്ന 1001 കഥകൾ കൊണ്ടുവന്ന അതിബൃഹത്തായ ഗ്രന്ഥത്തിൽ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാമിൻ മയ്യിത്തിൻ ഇല്ലാ വതഅറള അലൈഹി അഹ്ലു മജാലിസിഹി ഫൈൻ കാനൂ മിൻ അഹ്ലി ദിക്രി ഫഅഹ്ലു ദിക്ർ വൈൻ കാനൂ മിൻ അഹ്ലി ലഹ്വി ഫഅഹ്ലു ലഹ്വി. ഏതൊരാൾ ലോകത്തോട് വിട പറയാനിരിക്കുമ്പോഴും ആരെയാണോ സ്നേഹിച്ചത്, ആരോടൊപ്പമാണോ സഹവസിച്ചത്, ആരോടൊപ്പമാണോ ഇരുന്നത്, ആർക്ക് വേണ്ടിയാണോ സമയം ചെലവഴിച്ചത്, ആ മുഖം കണ്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറയുക. ദിക്റിന്റെയും ഖൈറിന്റെയും സുഹൃതത്തിന്റെയും നന്മയുടെയും ആളുകളോടൊപ്പം സമയം ചെലവഴിച്ചാൽ, അവരെ കേൾക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചാൽ, ആ മുഖങ്ങൾ കണ്ടുകൊണ്ട് ലോകത്തോട് വിട പറയാം. നേരെ മറിച്ച് ലഹുവിന്റെ ദുഷ്കൃത്യത്തിന്റെ കേവലമായ ജീവിതത്തിന്റെ ആളുകളോടൊപ്പം സമയം ചെലവഴിച്ചാൽ, അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചാൽ, ആ മുഖം കണ്ടുകൊണ്ട് ലോകത്തോട് വിട പറയേണ്ട ഗതികേട് വരും. അല്ലാഹ് സാലിഹീങ്ങളുടെ മുഖം കണ്ട് അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ഈ ശവ്വാലിൽ വിട പറഞ്ഞ എല്ലാ മഹാന്മാരുടെയും പവിത്രമായ വദനം കണ്ട് ലോകത്തോട് വിട പറയാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. സാലിഹീങ്ങൾക്ക് വേണ്ടി ഇരുന്നവർക്ക്, സാലിഹീങ്ങളോടൊപ്പം ഇരുന്നവർക്ക്, സാലിഹീങ്ങളെ സ്നേഹിച്ചവർക്ക്, സാലിഹീങ്ങളെ സിയാറത്ത് ചെയ്തവർക്ക്, സാലിഹീങ്ങളുടെ ജീവിതം ആത്മാർത്ഥമായി കേട്ടവർക്ക് പരലോകത്ത് അർശിന്റെ ചുറ്റുഭാഗത്തും മനോഹരമായൊരു സിംഹാസനമുണ്ട്. ഒരു ദിവസം നിറഞ്ഞു നിൽക്കുന്ന സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന ഹൗലൽ അർശി മനാബിറ അലൈഹാ ഖൗമുൻ ലഹും വുജൂഹും മിൻ നൂർ വലഹും സിയാബും മിൻ നൂർ ലൈസൂ ബിയംബിയ വലാ ശുഹദാ യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാ. നിറഞ്ഞു നിൽക്കുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അർശിന്റെ ചുറ്റുഭാഗത്തും ഒരുപാട് സിംഹാസനങ്ങളുണ്ട്. ആ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നത് ഒരു കൂട്ടം പുരുഷന്മാരും ഒരു കൂട്ടം സ്ത്രീകളുമാണ്. 14-ാം രാവിലെ പരിപൂർണ ചന്ദ്രന് തുല്യമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മുഖമാണ് അവർക്കുള്ളത്. താരങ്ങൾ കണക്ക് കിരണം വിതറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. അവർ പ്രവാചകന്മാരല്ല, ധീരരക്തസാക്ഷിത്വം വരിച്ചവരല്ല, മറിച്ച് പ്രവാചകന്മാരും ധീരരക്തസാക്ഷിത്വം വരിച്ചവരും അവരുടെ മുഖത്തേക്ക് നോക്കി ആശിക്കുന്നുണ്ട്. ഞങ്ങളെ ഈ വിഭാഗമായെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞങ്ങൾ ഈ വിഭാഗമായെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സ്വഹാബത്ത് ചോദിച്ചു, ഏതാണ് ആ ടീം, ഏതാണ് ആ ടീം? അർശിന്റെ ചുറ്റുഭാഗത്തും ഒരുക്കപ്പെട്ട സിംഹാസനങ്ങളിൽ അവരോധിതരായ സുന്ദരന്മാർ, സുന്ദരിമാർ, 14-ാം രാവിലെ പരിപൂർണ ചന്ദ്രന് തുല്യമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന മുഖമുള്ള താരങ്ങൾ കണക്കെ കിരണം വിതറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രം ധരിച്ച ആ മനുഷ്യരാരാണ്, ആ വിഭാഗമാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി സരളമായിരുന്നു. ഹുമുൽ മുതഹബൂന ഫില്ലാഹ് വൽ മുതജാലിസൂന ഫില്ലാഹ് വൽ മുതസാവിറൂന ഫില്ലാഹ്. ഹുമുൽ മുതഹബൂന ഫില്ലാഹ് വൽ മുതജാലിസൂന ഫില്ലാഹ് വൽ മുതസാവിറൂന ഫില്ലാഹ്. അല്ലാഹുവും റസൂലും സ്നേഹിച്ചതിനെ, അല്ലാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയും അവരെ പോയി സിയാറത്ത് ചെയ്യുകയും ചെയ്ത ആളുകളാണത്. അല്ലാഹ് സ്നേഹിച്ച മഹാന്മാരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയും അവരെ പോയി സിയാറത്ത് ചെയ്യുകയും ചെയ്ത ആളുകളാണത്. അല്ലാഹുവേ, മഗ്രിബിന്റെ ശേഷം മുതൽക്ക് ഇത്രയും സമയം ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ബുഖാരി പരമ്പരയിലെ വളരെ പ്രധാനപ്പെട്ട കണ്ണി അസ്സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ആ മഹബ്ബത്തിന്റെ പേരിൽ നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ.
സഹോദരിമാരെ ഭാഗത്തേക്ക് ചെറിയ കുട്ടികളാരെങ്കിലും ബക്കറ്റുമായിട്ട് വരും. വളരെ സന്തോഷത്തോടുകൂടെ നല്ല സ്വതക്ക ചെയ്യണം, നല്ല ദാനം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെയും ബറക്കത്തിന്റെയും റഹ്മത്തിന്റെയും ദയാ ദാക്ഷിണ്യത്തിന്റെയും കവാടങ്ങൾ ഫത്ഹ് ചെയ്തു തരട്ടെ. ഞാൻ എന്റെ വാക്കുകൾ പെരുപ്പിക്കുന്നില്ല, വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഈമാനിന് കനം വേണം, ആഖിബത്ത് നന്നായി ലോകത്തോട് വിട പറയണം. ഈമാനിന് കനം വേണം, ആഖിബത്ത് നന്നായി ലോകത്തോട് വിട പറയാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിന്റെ ഗാംഭീര്യം കൊണ്ട് നല്ല മരണം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ സ്വർഗ്ഗാവകാശിയാണ്, നിങ്ങൾ സ്വർഗ്ഗാവകാശിയാണ്, നിങ്ങൾ സ്വർഗ്ഗാവകാശിയാണ് എന്ന് പലതവണ പേർത്തും പറഞ്ഞതാണ്. എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയമറിഞ്ഞുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, സാലിഹീങ്ങളോട് കണ്ണിച്ചേർക്കണമേ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, സാലിഹീങ്ങളോട് കണ്ണിച്ചേർക്കണമേ. അവസാനത്തെ നിമിഷം വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനിന്റെ കാര്യം പറഞ്ഞു, ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞു ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം സദസ്സുകളിൽ നിന്ന് നമുക്കും ദുആ ചെയ്യാനുള്ളത്, അല്ലാഹ് ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാനിന് കനം നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ഈമാനിന് ബലം നൽകണേ റബ്ബേ. ഏതു സമയത്താ മരണം ആടി വിളിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചൊരു വരിയുണ്ട്. ഇമാം അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈല റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ച ഒരു വരി, വഖതനിം ഫിൽ ഫറാഗി ഫളലാ റുകൂഇ ഫഅസാ യകൂന മൗതുക ബഗ്താ കം മിൻ സഹീഹിൻ റഅയ്ത മിൻ ഗൈരി സൂഖുമി ദഹബത് റൂഹുഹു അസ്സഹീഹതു ഫൽതാ. കുറഞ്ഞ സമയമാണെങ്കിലും ചെറിയ അമലാണെങ്കിലും ചെയ്തോളൂ. ഏത് സമയത്താണ് മരണം ആടി വിളിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. കമ്മിൻ സ്വഹീഹിൻ റഅയ്ത മിൻ ഗൈരി സൂഖുമി ദഹബത് റൂഹുഹു അസ്സഹീഹതു ഫൽതാ. എത്രയോ ആരോഗ്യമുള്ള ആളുകളാണ്, എത്രയോ ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളാണ് ശരീരം ഉപേക്ഷിച്ച് ലോകത്തോട് വിട പറഞ്ഞത്, ശരീരം ഉപേക്ഷിച്ച് ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹുവേ, ഈമാനിന് കനം നൽകണേ റബ്ബേ. ഈമാനിനെ ക്ഷയിപ്പിക്കും ബിദ്അത്ത്, ബിദ്അത്തിന്റെ ഉള്ളടക്കം ആദരവിന്റെ ഇല്ലായ്മയാണ്. അംബിയാഇന്റെ മുഅ്ജിസത്തുകളെ, ഔലിയാഇന്റെ കറാമത്തുകളെ വില കുറച്ച് കാണുന്ന സ്വഭാവമാണ് ബിദ്അഇകൾക്ക് പൊതുവിലുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് കടന്നാൽ എത്രയോ അത്ഭുതങ്ങളും എത്രയോ വിസ്മയങ്ങളും നമുക്ക് പറയാനുണ്ട്. സമയം പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഔലിയാഇന്റെ കറാമത്തുകളെയും അംബിയാഇന്റെ മുഅ്ജിസത്തുകളെയും ഒരുപോലെ വില കുറച്ച് കാണുന്നവരാണ് ബിദ്അഇകൾ. അംബിയാഇന്റെ മുഅ്ജിസത്തും വില കുറച്ച് കാണുന്നവരാണ് ബിദ്അഇകൾ. ഒരു കാലഘട്ടത്തിൽ ഒരു ഖുർആൻ പരിഭാഷ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങിയിരുന്നു. ഒരു ഖുർആൻ പരിഭാഷ. ആ ഖുർആൻ പരിഭാഷയിൽ മൂസാ നബി അലൈഹിസ്സലാം ബഹറിനടിച്ച് ആ ബഹർ പിളർന്ന ആ മുഅ്ജിസത്ത് പറയുമ്പോൾ ആ പരിഭാഷകൻ ചെയ്യുന്ന വൈകൃതം എത്രയോ ദുഷ്കരമാണ്. നമുക്കെല്ലാവർക്കും ആ മുഅ്ജിസത്ത് അറിയാം. മൂസാ നബി അലൈഹിസ്സലാം ബഹറിനടിച്ചപ്പോൾ ആ ബഹർ പിളർന്നു, വറ്റി വരണ്ടൊരു വഴി രൂപപ്പെട്ടു. ആ വഴിയിലൂടെ വിശ്വാസി സമൂഹത്തോടൊപ്പം മൂസൽ കലീം അലൈഹിസ്സലാം മറികടന്നു. ഇതൊരു മുഅ്ജിസത്താണ്. പക്ഷേ ആ മുഅ്ജിസത്ത് പറയുന്നിടത്ത്
പരിഭാഷകന്റെ പ്രയോഗം എന്താണ്? അത് മൂസാ നബി അലൈഹിസ്സലാമിന് പരിചയമുള്ളൊരു ബഹറാണ്. അത് മൂസാ നബി അലൈഹിസ്സലാമിന് പരിചയമുള്ളൊരു ബഹറാണ്. കയ്യിൽ നീളമുള്ളൊരു വടിയുമുണ്ട്. ആ വടിയെടുത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ആഴമില്ലാത്ത ഭാഗം നോക്കി മൂസാ നബി അലൈഹിസ്സലാം സമൂഹത്തോടൊപ്പം ആ ബഹർ മറികടന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കാണാം. എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം? അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ഒരു വടിയെടുത്ത് ബഹർ അടിച്ചാൽ ആ ബഹർ പിളരുന്നതിന്, ഒരു വടി രൂപപ്പെടുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? ആ മുഅ്ജിസത്ത് പറഞ്ഞെടുത്ത് അവിടെ വികലമായി പരിഭാഷ ചെയ്യുന്നത് ഇങ്ങനെയാണ്: നീളമുള്ളൊരു വടിയെടുത്ത് ആഴമുണ്ടോ ആഴമില്ലേ എന്നിങ്ങനെ പരിശോധിച്ചു നോക്കി അങ്ങനെ സമൂഹത്തോടൊപ്പം ബഹർ മറികടന്നുവെന്ന്. അംബിയാഇന്റെ മുഅ്ജിസത്ത് പോലും ഉൾക്കൊള്ളാനുള്ള ഈമാനില്ലാത്തവരാണ് ബിദഈകൾ. അവർ ഔലിയാഇന്റെ കറാമത്തിനെ നിന്ദിക്കുന്നതിലോ പുച്ഛിക്കുന്നതിലോ നമുക്ക് അത്ഭുതമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിന് കനം പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഈ സദസ്സിന്റെ സൗന്ദര്യം ബഹുമാനപ്പെട്ട അസ്സയ്യിദ് ശറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങളുപ്പാപ്പ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ജമലുല്ലൈലി ഖബീലയിലെ 36ാമത്തെ പേരക്കുട്ടിയാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ പരമ്പരയിലെ 36ാമത്തെ പേരമകൻ അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ മുഹമ്മദുൽ ബാഖിർ, ജഅഫർ സാദിഖ്, അലിയുൽ ഉറൈലി മുഹമ്മദ്, ഈസൻ നഖീബ്, അഹ്മദുൽ മുഹാജിർ, ഉബൈദുല്ലാഹി അലവിയുൽ മുബ്തകിർ മുഹമ്മദ്, അലവി അലിയുൽ ഖാലിയുൽ ഖാസിം, സാഹിബുൽ മിർബാത്ത് അലി, മുഹമ്മദുൽ ഫഖീഹുൽ മുഖദ്ദം അലി, ഹസൻ തുറാബി മുഹമ്മദ് അസദുല്ലാ, ഹസനുൽ മുഅല്ല മുഹമ്മദ് അലി, അബ്ദുർറഹ്മാൻ അബ്ദുല്ലാഹി, സൈനുൽ ആബിദീൻ അബ്ദുല്ലാഹ് അഹ്മദ്, അബ്ദുർറഹ്മാൻ, അസ്സയ്യിദ് മുഹമ്മദ് ബഹസൻ ജമലുല്ലൈൽ, അവരുടെ മകൻ അസ്സയ്യിദ് ഹുസൈൻ ബഹസൻ ജമലുല്ലൈൽ, അവരുടേത് അസ്സയ്യിദ് മുഹമ്മദ് ബഹസൻ ജമലുല്ലൈൽ, അവരുടേത് അസ്സയ്യിദ് ഹസൻ ബഹസൻ ജമലുല്ലൈൽ, അവരുടേത് അസ്സയ്യിദ് അലവി ബഹസൻ ജമലുല്ലൈൽ, അവരുടേത് അസ്സയ്യിദ് സാലിഹ് ബഹസൻ ജമലുല്ലൈൽ, അവരുടേത് അസ്സയ്യിദ് ഫളിൽ ബഹസൻ ജമലുല്ലൈൽ. അവരുടെ പൊന്നോമന മകനാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുആഇൽ ഒരു കണ്ണി ചേരാനും ആ ദുആഇന് ആമീൻ പറയാനും അവരെ പോലെയുള്ള വലിയ വലിയ ഉലമാഇന്റെ സാരഥികളുടെ തഹ്തിലായി അവരുടെ ആ ഒരു ഖിദ്മയിലായി ദീനിനെ ഖിദ്മ ചെയ്യാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അധിക മനോഹര നൂറുള്ള അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അഗദി ദയാലു ഹബീബുള്ള ആമന്നാ ബി റസൂലില്ലാ ചൊല്ലി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മദഹ്തു ശൈഖ യാ റബ്ബി ബിഫളി മിൻക യാ റബ്ബി റജൗതു ശിഫാഅ മിൻ സുഖുമി ബിഹഖി സയ്യിദി ബുഖാരി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഖലീലുൽ ഇൽമി വൽ ഹിയലി കസീറുൽ ദംബി വൽ ജഹ്ലി ലഅല്ലല്ലാഹ യഗ്ഫിറു ലി ബിഹഖി സയ്യിദി ബുഖാരി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്
الله وخلصنا من الحسد عن الفجار والفسق وجمر كل ذي حمق بحق سيد بخاري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وطهرنا من الحوبات وفرجنا من الكربات ونزهنا من الشبهات بحق سيد بخاري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. إلى حضرة نبينا وحبيبنا وشفينا محمد صلى الله عليه وسلم وإلى حضرة أرواح أهل الخير كلهم قاصدا لحضرة روح جدي أبو أبي العارف بالله المجد والسيد الصالح نصنا البابا المشهور وإلى حضرة روح والدي السيد فضل بن السيد صالح جمال الليل وإلى حضرة من أجدادنا وجداتنا كلهم أعمال الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الله جل جلاله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا عليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا موصي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا فرد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا ثواب يا منعم يا منتقم يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا رب يا مقسط يا جامع يا غني يا مغني يا معطي يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد
يا صبور الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم احفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتؤيدنا بتأييدك وتنصرنا بنصرك وتهدينا بهدايتك وترعنا بدعاتك وتنظر إلينا بعين عنايتك أن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون. റഹ്മാനായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ പാപികളാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്. സാധുക്കളായ അടിമകൾ ഉടമയായ നിന്നിലേക്ക് പ്രതീക്ഷയോടെ ഉയർത്തുന്ന കരങ്ങളാണ് അല്ലാഹ്. റബ്ബേ അസ്മാഉൽ ഹുസ്ന ഓതിയ മജ്‌ലിസാണ് റബ്ബേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസാണ് റബ്ബേ. നിന്റെ ദിക്ർ ചൊല്ലിയ മജ്‌ലിസാണ് റബ്ബേ. ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദതൈൻ ചൊല്ലിയ മജ്‌ലിസാണ്. നിന്റെ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞ മജ്‌ലിസാണ് റബ്ബേ. ഞങ്ങൾ സാധുക്കളാണെങ്കിലും പാപികളാണെങ്കിലും നിന്റെ പാവപ്പെട്ട അടിമകളാണല്ലോ അല്ലാഹ്. അടിമകളായ ഞങ്ങൾ ഉടമയായ നിന്നിലേക്ക് പ്രതീക്ഷയോടെ ഉയർത്തുന്ന കരങ്ങൾ വെറുതെയാക്കല്ല അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സാധുക്കളായ പാപികളായ അടിമകളായ ഞങ്ങളെ പക്കൽ നിന്ന് വന്നുപോയി അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ദോഷങ്ങൾ നീ പൊറുക്കാതെ ഞങ്ങളെ നരകമാവുന്ന ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ അല്ലാഹ് നിന്നെ ചോദ്യം ചെയ്യാനോ തടയാനോ ആരുമില്ലല്ലോ അല്ലാഹ്. നിന്റെ നരകം ഭയാനകരമാണല്ലോ അല്ലാഹ്. ആ നരകം സാധുക്കളായ പാവികളായ അടിമകളായ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ലല്ലോ അല്ലാഹ്. റബ്ബേ നീ റഹ്മത്തിന്റെ വിശാലമായ ഉടമയാണല്ലോ അല്ലാഹ്. ആ റഹ്മത്ത് കൊണ്ട് സാധുക്കളായ പാവികളായ അടിമകളായ ഞങ്ങൾക്ക് ഉടമയായ റബ്ബായ ഞങ്ങൾക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ ആ സ്വർഗം സാധുക്കളായ അടിമകളായ ഞങ്ങൾക്ക് ഉടമയായി നീ തന്നാൽ അല്ലാഹ് നിന്നെ ചോദ്യം ചെയ്യാനോ തടയാനോ ആരുമില്ലല്ലോ അല്ലാഹ്. സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിന്റെ ലിഖാഅാണ് അല്ലാഹ്. തൗഫീഖ് നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ റഹ്മാനേ. റബ്ബേ നല്ലത് മാത്രം കാണാൻ തന്നെ ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ ഞങ്ങൾ കണ്ടുപോയി അല്ലാഹ്. മാപ്പ് നൽകണേ റഹ്മാനേ. റബ്ബേ നല്ലത് മാത്രം കേൾക്കാൻ തന്നെ ഞങ്ങളുടെ ചെവികളെ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ ഞങ്ങൾ കേട്ടു രസിച്ചു പോയി അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. റബ്ബേ ദിക്ർ ചെല്ലാൻ തന്നെ ഞങ്ങളുടെ നാക്കുകളെ കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തന്നെ ഞങ്ങളുടെ നാക്കുകളെ കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ തന്നെ ഞങ്ങളുടെ നാക്കുകളെ കൊണ്ട് നല്ലത് മാത്രം പറയാൻ തന്നെ ഞങ്ങളുടെ നാക്കുകളെ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഗീബത്ത്, നമീമത്ത്, ഫിത്നകൾ, ഫസാദുകൾ, കളവുകൾ സാധുക്കളായ പാപികളായ അടിമകൾ പറഞ്ഞുപോയി അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. സാധുക്കളായ അടിമകളായ ഞങ്ങൾക്ക് നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ പുറത്തു തരാൻ മറ്റാരുമില്ലല്ലോ അല്ലാഹ്. നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട പാവികളായ പാവപ്പെട്ട അടിമകൾ നിന്റെ മഹാന്മാരെ സ്മരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയത് റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്.
സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, നല്ലത് മാത്രം ചിന്തിക്കാൻ തന്ന ഞങ്ങളുടെ കൽബുകളെ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ സാധുക്കളായ അടിമകൾ ചിന്തിച്ചു പോയി അല്ലാ. നിന്നോടുള്ള ധിക്കാരം കൊണ്ട് ചെയ്തു പോയതല്ല, മലൂരാക്കപ്പെട്ട ശൈത്താന്റെ ശബ്ദത്തിൽ സാധുക്കളായ അടിമകൾ പെട്ടുപോയതാണ്. മാപ്പ് നൽകണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. റബ്ബേ, നല്ലത് മാത്രം ചെയ്യാൻ തന്ന ഞങ്ങളുടെ കരങ്ങളെ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ സാധുക്കളായ അടിമകളുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയി അല്ലാ. മാപ്പ് നൽകണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. നീ അല്ലാതെ പുറത്തു തരാൻ മറ്റാരും ഞങ്ങൾക്കില്ല, നിന്നോടല്ലാതെ ചോദിക്കാൻ മറ്റാരും സാധുക്കളായ അടിമകൾക്കില്ല. നിന്റെ മഹാന്മാരെ സ്നേഹിച്ചതിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയതാണ്. കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, നീ തന്ന സമ്പത്ത് കൊണ്ട്, നീ തന്ന ആരോഗ്യം കൊണ്ട്, നീ തന്ന കാലുകളെ കൊണ്ട് ഒരുപാട് ഹറാമിലേക്ക് സാധുക്കളായി ഞങ്ങൾ ചലിച്ചു പോയല്ലോ അല്ലാ. മാപ്പ് നൽകണേ അല്ലാ, പുറത്തു തരണേ റഹ്മാനേ. ശിഷ്ടമുള്ള ഞങ്ങളുടെ ജീവിതം നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിലാക്കി നീ കബൂലാക്കി സ്വീകരിക്കണേ അല്ലാ. ആഖിബത്തിന് കോട്ടം പറ്റുന്നൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകല്ല റഹ്മാനെ. ഏറ്റവും വലിയ സമ്പത്ത് ഞങ്ങളുടെ സന്താനങ്ങളാണ് അല്ലാ. ഞങ്ങളെ മക്കളെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. അതവും കുരുത്തവും പൊരുത്തവുമുള്ള മക്കളാക്കണേ റഹ്മാനെ. റബ്ബേ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മക്കൾ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിന് കാത്തിരിക്കുന്ന സമയമാണ്. ഉന്നതമായ വിജയങ്ങൾ ഞങ്ങളെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരു തുറകളിലും ഞങ്ങളെ മക്കളെ നീ പരാജയപ്പെടുത്തല്ല അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മക്കളെ കൂട്ടത്തിൽ പലവിധേന രോഗം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്ന മക്കൾ ഞങ്ങളെ മക്കളെ കൂട്ടത്തിലുണ്ട് അല്ലാ. പലവർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഈ മജ്‌ലിസിന് ആവശ്യപ്പെട്ടത് നിനക്കറിയാമല്ലോ അല്ലാ. രോഗികളായ മക്കൾക്ക് നീ ആജിലായ ശിഫ നൽകണേ അല്ലാ. അതുപോലെ ഞങ്ങളാക്കാൻ കഷ്ടപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും രോഗികളാണ്. ഞങ്ങളുടെ എല്ലാമായ ഭാര്യമാരിൽ പലരും രോഗികളാണ്. ഞങ്ങളെ സഹോദരന്മാരിൽ, സഹോദരി ഭർത്താക്കന്മാരിൽ, സഹോദര ഭാര്യമാരിൽ, സ്നേഹിച്ചവരിൽ, സഹായിച്ചവരിൽ പലരും രോഗികളാണ്. റബ്ബേ, ഈ മജ്‌ലിസിൽ വന്ന് പല ആക്ഷേപവും പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ പല വ്യക്തിത്വങ്ങളും ഈ മജ്‌ലിസിലുണ്ട്. വ്യത്യസ്തമായ ആവശ്യങ്ങളും രോഗങ്ങളും ഉള്ളവരാണ്. ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ എന്തെല്ലാം രോഗാണുക്കളാണ് ഉള്ളതെന്ന് പോലും ഞങ്ങൾക്കാർക്കും അറിയില്ല അല്ലാ. രോഗം നൽകുന്ന റബ്ബേ, നീ തന്നെയാണ് ശിഫയാക്കി തരേണ്ടവൻ അല്ലാ. ഒരു ഡോക്ടറെ കൊണ്ടും ഒരു രോഗം ശിഫയാക്കാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അല്ലാ. ഏത് രോഗമാണെങ്കിലും അതിനുള്ള പരിഹാരം നീ തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ ശരീരത്തിലുള്ള മുഴുവൻ രോഗാണുക്കളെയും നശിപ്പിച്ച് ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ബർക്കത്തുള്ള, റാഹത്തുള്ള ദീർഘായുസ് അല്ലാ നിന്റെ താഅത്തിലായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിലായി തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആരെല്ലാം ഈ മജ്‌ലിസിൽ രോഗത്തിന് ശിഫ ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടോ എങ്കിൽ ആ വന്നവരുടെ എല്ലാം രോഗം എന്താണെങ്കിലും നീ ആജിലായ ശിഫ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ റഹ്മാനെ. പെട്ടെന്ന് ഞങ്ങളുടെ ആരുടെയും റൂഹിനെ നീ പിടിക്കല്ല അല്ലാ. ഞങ്ങളെ മക്കളെ നീ യതീമാക്കല്ല റഹ്മാനെ. റബ്ബേ, മരണം ഖൈറാകുന്ന സമയത്ത്, നല്ലതായ ദിവസത്തിൽ, നല്ലതായ സ്ഥലത്ത്, നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും
കൂടി മുഅ്മിനീങ്ങളുടെ സാന്നിധ്യത്തിൽ ഉച്ചത്തിൽ കലിമത്ത് തൗഹീദ് ചൊല്ലി ഉപ്പാപ്പ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് നെറ്റിത്തടം വിയർക്കുന്നവരായി അൽബിലങ്കി മരിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ മുഅ്മിനാത്തുകളെ കൂട്ടത്തിൽ അല്ലാഹ് ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ മക്കൾ മരുമക്കൾ പേരമക്കൾ ആരുമായി വല്ല കടപ്പാടുകളോ കടമകളോ ഉണ്ടെങ്കിൽ അവരെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് ദുആഇനെ ഖബൂലാക്കണേ തമ്പുരാനെ റബ്ബേ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കള്ളുകുടിയന്മാരാക്കല്ല അല്ലാഹ് വ്യഭിചാരികളാക്കല്ല അല്ലാഹ് ഫിത്നക്കാരാക്കല്ല അല്ലാഹ് ഭീകരവാദികളും തീവ്രവാദികളുമാക്കല്ല അല്ലാഹ് നാടിന് ഉപകരിക്കുന്ന വീടിന് ഉപകരിക്കുന്ന കുടുംബത്തിന് ഉപകരിക്കുന്ന സമൂഹത്തിന് ഉപകരിക്കുന്ന നല്ല സാലിഹീങ്ങളായ മാതൃകായോഗ്യരായ മക്കളാക്കി തരണേ അല്ലാഹ് മക്കളെ കൊണ്ട് ആക്ഷേപിക്കേണ്ട ഒരു രംഗം സാധുക്കളായി ഞങ്ങൾക്ക് ഇനി എത്തിക്കല്ല റഹ്മാനെ മക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന രക്ഷിതാക്കളെ കൂട്ടത്തിൽ ഞങ്ങളാരെയും നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് ഉഖ്റവിയായ ഇൽമ് അധികരിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ നാടിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരാക്കണേ അല്ലാഹ് റബ്ബേ പഠിച്ചതുപോലെ ആരുടെ മുമ്പിലും ചങ്കുറ്റത്തോടെ ഹിമ്മത്തോടും പറയാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ റബ്ബേ രാവും പകലുമില്ലാതെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ഓടുന്നവരാണ് ഞങ്ങളിൽ പലരും അല്ലാഹ് അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ അല്ലാഹ് റബ്ബേ ഹജ്ജിന് ഉംറയ്ക്ക് സിയാറത്തിന് ഉദ്ദേശിച്ച ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അവർക്കും സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ റഹ്മാനെ റബ്ബേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിൽ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ഒരുപാട് തവണ അവിടത്തേക്ക് സ്വലാത്തും സലാമും ചൊല്ലാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് അങ്ങനെ അവിടുത്തെ സന്നിധിയിൽ ചെന്ന് സ്വലാത്ത് ചൊല്ലിപ്പിക്കാതെ സലാമു ചൊല്ലിപ്പിക്കാതെ ഞങ്ങളുടെ ആരുടെയും റൂഹിനെ പിടിക്കല്ല അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് സന്തോഷം നൽകണേ അല്ലാഹ് ബർക്കത്ത് നൽകണേ അല്ലാഹ് റബ്ബേ സാഹിറന്മാരുടെ സിഹറിനെ തൊട്ട് വഞ്ചകന്മാരുടെ വഞ്ചനയെ തൊട്ട് ഫിത്നക്കാരുടെ ഫിത്നയെ തൊട്ട് യേശുനിക്കാരുടെ യേശുനിയെ തൊട്ട് അല്ലാഹ് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ് കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് സലാമത്ത് നൽകണേ അല്ലാഹ് വിൽപ്പനയ്ക്ക് വെച്ച സ്വതം വിൽക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കൂട്ടത്തിലുണ്ട് സലാമത്ത് നൽകണേ അല്ലാഹ് വലിയ വിലക്ക് നീ വിൽക്കേണ്ട മാർഗം എളുപ്പമാക്കണേ അല്ലാഹ് വീടില്ലാതെ വിഷമിക്കുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് വീട് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ് വീടിന്റെ പണി തുടങ്ങിയ ആളുകളുണ്ട് എളുപ്പത്തിൽ സലാമത്ത് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ് അവരുടെയും ഞങ്ങളുടെയൊക്കെ വീട് ഖൈറിന്റെ വീടാക്കണേ അല്ലാഹ് സന്തോഷമുള്ള വീടാക്കണേ അല്ലാഹ് ബർക്കത്തുള്ള വീടാക്കണേ അല്ലാഹ് റാഹത്തുള്ള വീടാക്കണേ അല്ലാഹ് രോഗങ്ങളില്ലാത്ത വീടാക്കണേ അല്ലാഹ് ദാരിദ്ര്യമില്ലാത്ത വീടാക്കണേ അല്ലാഹ് പട്ടിണി ഇല്ലാത്ത വീടാക്കണേ അല്ലാഹ് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന വീടാക്കണേ അല്ലാഹ് പരസ്പരം സ്നേഹിക്കുന്ന വീടാക്കണേ റഹ്മാനെ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങളെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം നൽകല്ല റഹ്മാനെ റാഹത്തും സന്തോഷം സമാധാനം നൽകണേ അല്ലാഹ് റബ്ബേ വിവാഹപ്രായമെത്തിയ പെൺമക്കൾക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ നൽകി സന്തോഷിപ്പിക്കണേ അല്ലാഹ് റബ്ബേ റാഹത്തായ കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് റബ്ബേ ഞങ്ങളെ പെൺമക്കൾക്ക് നീ കാവലാകണേ അല്ലാഹ് നിന്റെ മലായിക്കത്ത്
ഞങ്ങളുടെ ഹിഫ്ളിൽ ഞങ്ങളെ പൊമ്മക്കളെ നീ സൂക്ഷിക്കണേ തമ്പുരാനെ. ഒരു ചീത്ത പേരും കേൾക്കേണ്ട അവസരം ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല റഹ്മാനെ. റബ്ബേ, ഗർഭിണികളായ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാരിൽ പലരും ഗർഭിണികളാണ്, ഞങ്ങളെ ഭാര്യമാരിൽ പലരും ഗർഭിണികളാണ്, ഞങ്ങളെ സഹോദരിമാരിൽ ഞങ്ങളെ പെൺമക്കളിൽ മരുമക്കളിൽ പേരമക്കളിൽ പലരും ഗർഭിണികളാണ്. എല്ലാവർക്കും സുഖപ്രസവം നൽകണേ റഹ്മാനെ, സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക്, ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഡയാലിസിന് വിധേയമായവർക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. വളരെ പെട്ടെന്ന് അതിന് ശിഫാ നൽകണേ തമ്പുരാനെ. റബ്ബേ, ഒരു പ്രയാസം അവരാർക്കും നീ വരുത്തല്ല അല്ലാഹ്. ഏത് രോഗമാണെങ്കിലും, പേരുകൾ പറയാൻ കഴിയാത്ത രോഗമാണെങ്കിലും അല്ലാഹ് നീയാണ് ഷാഫി അല്ലാഹ്. ശിഫാ നൽകണേ തമ്പുരാനെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫാ നൽകണേ റഹ്മാനെ. ഖൈറിന്റെ വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. കടക്കാരായി ഞങ്ങൾ ആരുടെയും റൂഹിനെ നീ പിടിക്കല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ലക്ഷ്യം മദീനയാണ്, ഹബീബിന്റെ ചാരത്താണ്. അവിടുത്തെ പൊന്നോമന മകൾ ഫാത്തിമത്തുൽ സഹ്റാ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഖീഅ, അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഖീഅ, അവിടുത്തെ അനുചരന്മാർ സഹാബത്തുൽ കിറാം അന്ത്യവിശ്രമം കൊള്ളുന്ന ബഖീഅ, അവിടുത്തെ മുഹിബ്ബീങ്ങളായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഖീഅ. ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ലെന്നറിയാം, പക്ഷേ തരാൻ മതിയായവരാണല്ലോ അല്ലാഹ്. ആ ബഖീഅയിലൊരിടം സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം കൊണ്ട് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആർക്കെങ്കിലും മരിക്കാൻ കഴിയുമെങ്കിൽ അവൻ മദീനയിൽ നിന്ന് മരിക്കട്ടെ എന്ന് ഹബീബ് പറഞ്ഞതാണല്ലോ അല്ലാഹ്. ആ ആഗ്രഹം ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങളെ ദുആഇനെ ഖബൂലാക്കണേ തമ്പുരാനെ. സലാമത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. ഹബീബിനെ പ്രണയിക്കാതെ രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അല്ലാഹ്. ആ ഹബീബിനോടുള്ള ഞങ്ങളുടെ പ്രണയം ഖൽബിൽ അവിടത്തേക്കുള്ള പ്രണയമാണ്. ആ സ്നേഹത്തിന് അതില്ല അല്ലാഹ്. ആ പ്രണയം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. ആ പ്രണയത്തിന്റെ ആധിക്യം കൊണ്ട് ഞങ്ങൾക്ക് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി 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 ഞങ്ങളെ ഖൽബുകളെ നിന്റെ മഅരിഫത്തിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ആ പ്രകാശമാണ് ഞങ്ങൾക്കുള്ള രക്ഷയുടെ കവചം. ആ ഹബീബിനെ പ്രണയിക്കലാണ് ഞങ്ങളുടെ രക്ഷയുടെ കവചം. മലൂനാക്കപ്പെട്ട ശൈത്താന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ആ പ്രണയം കൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തന്നെ തമ്പുരാനെ. ദുആഇനെ ഖബൂലാക്കണേ അല്ലാഹ്. ചോദിക്കാൻ പലതുമുണ്ട്, പലതും ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, പലതും മറന്നെങ്കിലും റബ്ബേ മറക്കാത്ത നിന്നിലേക്കാണ് അടിമകൾ ഉടമയായ നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയത്. നിന്റെ മഹാന്മാരെ സ്നേഹിച്ചതിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരാണ്. പോരായ്മകൾ ഒരുപാട് ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ ശിക്ഷിച്ച് പരിപാലിച്ച് പോറ്റുന്ന നിന്നിലേക്കാണ് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നത്. ആരും ഞങ്ങൾക്ക് പൂർണ്ണമായി പുറത്തു തരുമെന്ന വിശ്വാസത്തോടു കൂടി ഉയർത്തിയ കരങ്ങൾ വെറുതെ ആക്കല്ല അല്ലാഹ്. തട്ടിക്കളയല്ല റഹ്മാനെ. പരിശുദ്ധ ശവ്വാൽ മാസം ഞങ്ങളുടെയും ജീവിതത്തിൽ അവസാനത്തെ ശവ്വാൽ മാസമാക്കല്ല അല്ലാഹ്. ഒരുപാട് ശവ്വാൽ മാസം നിന്റെ ത്വാഅത്തിലായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിലായി തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, ഈ മജ്‌ലിസിലേക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിച്ച ആളുകളുണ്ട്, ശാരീരികമായി സഹായിച്ചവരുണ്ട്, മറ്റുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാഹ്. ഈ
മജ്ലിസിലേക്ക് വരുമ്പോൾ എന്താണോ അവിടെ ഉദ്ദേശമെങ്കിൽ അതിന് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. രോഗികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. കടമുള്ളവർക്ക് വീട്ടി കൊടുക്കണേ തമ്പുരാനെ. പ്രയാസമുള്ളവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ തുറകളും നീ ഫത്ഹ് നൽകണേ അല്ലാ. റബ്ബേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ മജ്ലിസാക്കല്ല അല്ലാ. റബ്ബേ, നിന്റെ ദീനിന് വേണ്ടി പലവരും മുന്നിലും കൈ കാണിച്ചിട്ടുണ്ട്, പലവരും തന്നിട്ടുണ്ട് അല്ലാ. തന്നവർക്കൊക്കെ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അവരെ ഖജനാവിന് വിശാലത നൽകണേ തമ്പുരാനെ. ഞങ്ങളെ കൂട്ടത്തിൽ ജോലി കച്ചവടക്കാരുണ്ട് അല്ലാ, ബർക്കത്തിനേറ്റി കൊടുക്കണേ അല്ലാ. കൃഷിക്കാരുണ്ട് അല്ലാ, ബർക്കത്തിനേറ്റി കൊടുക്കണേ അല്ലാ. മറ്റുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഒരു തുറകളിലും അവരെയും ഞങ്ങളെയും പരാജയപ്പെടുത്തല്ല അല്ലാ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരുത്തന്റെ മുന്നിലും കൈമലർത്തേണ്ട അവസരം സാധുക്കളായി ഞങ്ങൾക്കാർക്കും നൽകി പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നിന്റെ ഖജനാവ് നീ എത്തിച്ചു തരണേ അല്ലാ. ചേളാരി ജമലുല്ലൈലി ദഅവാ കോളേജ്, കാസർഗോഡ് അസാസ് സയ്യിദ് ഫളൽ ജമലുല്ലൈലി ദഅവാ കോളേജ്, ഈ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകൾ നാട്ടിലും വിദേശത്തൊക്കെ ഉണ്ട് റഹ്മാനെ. അവർ വല്ല സഹായം ചോദിച്ചു ചെല്ലുമ്പോൾ തരുന്ന സമയത്ത് അവരോട് പറയാറുള്ളത്, കിട്ടുന്ന മജ്ലിസിൽ വെച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്നുള്ളതാണ്. ആ പറച്ചിൽ ഈ മജ്ലിസിൽ വെച്ചും അവർക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു തമ്പുരാനെ. നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അവരുടെ കച്ചവടങ്ങൾ ബർക്കത്തിനെ ഏറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ തുറകളിലും നീ ഫത്ഹ് നൽകണേ അല്ലാ. ഒരു തുറകളിലും അവരെയും ഞങ്ങളെ ആരെയും പരാജയപ്പെടുത്തല്ല അല്ലാ. അതുപോലെ ദീനിന്റെ മറ്റ് സ്ഥാപനങ്ങൾ സഹായിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അല്ലാ. എല്ലാവർക്കും ഖൈറാത്തുകൾ ഏറ്റി കൊടുക്കണേ അല്ലാ. ദുആഇനെ കബൂലാക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا محروما ولا مطرودا. ربേ, ഞങ്ങളാക്കാൻ കഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഇന്ന് ഖബറിലാണ്. ആരുടെയും ഖബറിലെ അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്കറിയില്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരും ഭാര്യ സഹോദരിമാരും ഭാര്യമാരുടെ സഹോദരന്മാർ സഹോദരി ഭർത്താക്കന്മാർ, സ്നേഹിച്ചവർ സഹായിച്ചവർ, ഒരു നിലക്കും ബന്ധങ്ങൾ ഒഴിവാകാൻ പറ്റാത്ത ഞങ്ങളുടെ മുഹിബ്ബീങ്ങളായ പല ആളുകളും ഇന്ന് ഖബറിലാണ് അല്ലാ. ആരുടെയും ഖബറിലെ അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്കറിയില്ല അല്ലാ. പ്രത്യേകമായി ഞങ്ങളുടെ മാതാപിതാക്കൾ അല്ലാ, അവരുടെ ഹയാത്ത് കാലത്ത് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഒരു ഖിദ്മത്തും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാണ് അല്ലാ ഞങ്ങൾ. ഈ മജ്ലിസിൽ വെച്ച് അവർക്ക് വേണ്ടി പ്രതീക്ഷയോടെ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു അല്ലാ. നീ വെറുതെ ആക്കല്ല അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. മനുഷ്യ സഹജരമായ എന്തെങ്കിലും പാകപ്പിഴവുകൾ അവരുടെ ജീവിതകാലത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാ, നിന്റെ മഹല്ല് ഫള് കൊണ്ട് വിട്ടുകൊടുത്ത് മാഫാക്കി ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനാത്തുകളുടെ കൂട്ടത്തിൽ അല്ലാ അവരെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. വലം കയ്യിൽ കിതാബ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർശിന്റെ തണലിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള മഹാഭാഗ്യം അവർക്കും ഞങ്ങൾക്കും തന്നെ അനുഗ്രഹിക്കണേ അല്ലാ. സിറാത്തുൽ മുസ്തഖീം മിന്നൽ വേഗതയിൽ കടക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. ജന്നാത്തുൻ നഈമിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊരിടം അവർക്കും ഞങ്ങൾക്കും തന്നെ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഖബറുകൾ സ്വർഗീയ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. സ്വർഗീയ ഫിറാഷ് നൽകണേ അല്ലാ. സ്വർഗീയ പാനീയം നൽകണേ അല്ലാ. അവിടെ ഞങ്ങളുടെ ഖബറുകൾ നേരം പോക്കിന്റെ ഖബറുകളാക്കണേ തമ്പുരാനെ. ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാ. اللهم إنا نسألك إيمانا كاملا ويقينا صادقا ورزقا واسعا وقلوبا خاشعا ولسانا ذاكرا وحلالا طيبا وتوبة نصوحا وتوبة قبل الموت وراحة عند الموت ومغفرة
مغفرة ورحمة بعد الموت والعفو عند الحساب والفوز بالجنة ونجاة من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلق سيدنا محمد وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നിങ്ങളൊക്കെ സാധുവായി എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. എനിക്ക് കിട്ടുന്ന സാഹസ്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് PN നിസാമുദ്ദീൻ സഖാഫി അവരെ ക്ഷണിക്കുന്നു. തആല വബറകാതുഹു.